السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد فاتقوا الله عباد الله. അബൂ ബക്കർ അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തെക്കുറിച്ചും ജനനത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ ചില ഫളലുകൾ, പോരിശകൾ സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടതും നമ്മൾ പഠിച്ചു. സ്വഹാബികളുടെ ചരിത്രം വായിക്കേണ്ടത് എങ്ങനെയെന്നും നമ്മൾ മനസ്സിലാക്കി. കൈഫ നഖറഉ താരിഖ സ്വഹാബ എന്നുള്ളതൊരു ചർച്ചയാണ്. എങ്ങനെയാണ് സ്വഹാബികളുടെ ചരിത്രം മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്? അതിൻ്റെ ഏറ്റവും ചെറിയ ഉത്തരം ഹദീസുകൾ പഠിക്കുന്ന പോലെയാണ്. ഒരു ഹദീസ് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ പരമ്പര ശരിയായിരിക്കണം. അതേപോലെ തന്നെ അത് മറ്റുള്ള ഹദീസുകളുമായും ഖുർആൻ ആയത്തുകളുമൊക്കെ യോജിക്കണം. അപ്പോൾ ഒരു ഹദീസ് എങ്ങനെയാണോ നമ്മൾ പഠിച്ച് സ്വീകരിക്കുന്നത്, ചില ഹദീസുകൾ നമ്മൾ എന്ത് കാരണം കൊണ്ടാണോ തള്ളിക്കളയുന്നത്, അതേപോലെയാണ് ചരിത്രം. എഴുതി വെച്ച ചരിത്രങ്ങളൊക്കെ വായിക്കാനുള്ളതല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചരിത്രവും 4 ഖലീഫമാരുടെ ചരിത്രവും എഴുതിയതിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ ചിലർ കയറി കൂടിയിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒരു പേരാണ് അബൂ മിഹ്നഫ്. കാരണം വളരെ സൂക്ഷ്മതയോടുകൂടി ചരിത്രങ്ങൾ രചിക്കുന്ന പൂർവികരായ ചില പണ്ഡിതന്മാർ തന്നെ അബൂ മിഹ്നഫിന്റെ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ സ്വഹീഹ് അല്ലാത്ത ചിലത് വന്നിട്ടുണ്ട്. ഷിയകൾക്ക് അനുകൂലമായ ചില പരാമർശങ്ങൾ ചരിത്രത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. പക്ഷെ അത് പ്രമുഖമായ ചില ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചതുകൊണ്ട് പിന്നീട് വന്ന ഗ്രന്ഥങ്ങളൊക്കെ അതിങ്ങനെ കോട്ട് ചെയ്ത് വളരെ പ്രചാരം നേടി. അപ്പം ഖലീഫമാരുടെ ചരിത്രം വായിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രമൊക്കെ വരുമ്പോൾ ഒരുപാട് കഥകൾ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. അതിലൊരു 80% അടിസ്ഥാനമില്ലാത്തതാണ്. നമ്മൾ ഖലീഫ ഉമറിന്റെ കഥകൾ എന്ന് പറഞ്ഞാൽ പുസ്തകമൊക്കെ വായിക്കാൻ കിട്ടും. 100 കഥകൾ, അതിലൊരു 10 ഉണ്ടാവും സ്വഹീഹായത്. ബാക്കിയുള്ളതൊക്കെ കേട്ടുകേൾവിയുള്ള കഥകളാണ്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ടും വന്നിട്ടുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ സ്വഹാബികളുടെ ചരിത്രം പഠിക്കും, പ്രത്യേകിച്ചും ഖിലാഫത്തു റാഷിദയുടെ ചരിത്രം പഠിക്കാൻ സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് തന്നെ ധാരാളം വ്യക്തമായ വിവരങ്ങൾ കിട്ടും. ആ സ്വഹീഹ് ബുഖാരി, മുസ്ലിം അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നതിന് വിരുദ്ധമായി എന്തെങ്കിലും ഒരു ചർച്ച മറ്റ് കിതാബുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബുഖാരി മുസ്ലിമിൽ വന്നതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹത്തെ ഖലീഫയായി തെരഞ്ഞെടുക്കാൻ വലിയ കാലതാമസം നേരിട്ടു എന്ന നിലക്കുള്ള ഒരു ചർച്ച നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ട്. 3 ദിവസം എടുത്തു. കളവാണ്. 3/4 മണിക്കൂറിനുള്ളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് മറമാടാൻ വൈകിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുക്കാൻ വൈകിയത് കൊണ്ടല്ല. ആരാണ് അടുത്ത ഖലീഫയാകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സ്വഹാബികൾക്കിടയിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളും വാക്തർക്കങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ നടന്നിരുന്നുവെന്നും അത് ഒന്ന് മസ്ലഹത്താക്കി കൊണ്ടുവരാൻ വലിയ കാലയളവെടുത്തു എന്നുമുള്ള പ്രചാരണം ഷിയകൾ അഴിച്ചുവിട്ടാണ്. അവർക്ക് സ്വഹാബികളെക്കുറിച്ച് മോശമായ ധാരണ വരുത്തണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറുതായി ഉണ്ടായിട്ടുണ്ട്. അത് ഓരോരുത്തർ മനസ്സിലാക്കിയ അനുസരിച്ചുള്ള അഭിപ്രായം പറഞ്ഞു. പക്ഷേ അൽ അയിമ്മത്തു മിൻ ഖുറൈശികളിൽ നിന്നാണ് ഇമാം ഉണ്ടാകേണ്ടത് എന്ന് വന്നപ്പോൾ തന്നെ അൻസാരികളെക്കുറിച്ചും അൻസാറുകളുടെ ഔസിനെ കുറിച്ചും ഖസറജിനെ കുറിച്ചും ഒക്കെ എന്ന അഭിപ്രായം സ്വഹാബികളിൽ നിന്ന് പിന്മാറി. കാരണം അവർക്കറിയാം ഖുറൈശികൾ ഉണ്ടായിരിക്കെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല, ഖലീഫയാകുന്നത് ശരിയല്ല. അവരാദ്യം അങ്ങനെയൊക്കെ അതിൽ പ്രമുഖരായ ചിലരുടെ പേരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ വളരെ പെട്ടെന്ന് മാറി പ്രമാണങ്ങളിലേക്ക് വന്നു. ഇനി ഖുറൈശികളാകണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരുപാട് അഭിപ്രായങ്ങളൊന്നുമില്ല. ഖുറൈശികളാകണമെന്നിടത്ത് ആദ്യ സന്ദർഭത്തിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേര് വന്നിട്ടുണ്ട്. തർക്കമില്ലാതെ ആ പേര് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ബുഖാരി, മുസ്ലിം അടക്കം ഉദ്ധരിക്കുന്ന ഹദീസുകൾ കാണാൻ സാധിക്കുന്നത്. ഇതിനി നമ്മൾ മറ്റു ഖലീഫമാരുടെ ചരിത്രം വായിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ നാട്ടിലുള്ള ഈ ബനൂ സായിദ ഹാളിൽ നടന്ന ആ യോഗത്തെക്കുറിച്ചുള്ള ചില നിറം പിടിപ്പിച്ച കഥകളുണ്ട്. കുറച്ച് വിശദീകരിച്ച ചില സംഗതി, ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ അബൂ മിഹ്നഫ് എന്ന മനഃപൂർവ്വം അഹ്ലുസുന്നയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കണമെന്നുള്ള നിലക്ക് കൂട്ടിച്ചേർക്കുന്ന ഒരാളുടെ റിപ്പോർട്ട് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയാതെ ചില പൂർവികരായ ആളുകൾ റിപ്പോർട്ട് ചെയ്തു പോയി എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ അപ്പോഴേക്ക് തന്നെ അതിന്റെ സനത് പരിശോധിക്കല്ലോ. ഹദീസുകളുടെ സനത് പരിശോധിക്കുന്നത് പോലെ എന്ത് ചെയ്യണം, ചരിത്രത്തിന്റെ സനതും പരിശോധിക്കണം. അപ്പോഴേ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. കാരണം സ്വഹാബികൾ നമുക്ക് മാതൃകയാണ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. നമുക്ക് മാതൃക, ഇസ്ലാമിക മാതൃക, അവർ ദീനാണ്.
ദീന് മനസ്സിലാക്കണമെങ്കിൽ പരമ്പര നിർബന്ധമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഈ ഞമ്മല ഉത്തുബി കഥ, ഇസ്തസ്കയുടെ കഥയൊക്കെ പറയുമ്പോൾ പിന്നെ ചരിത്രം വായിക്കും. ഉത്തുബിയുടെ ചരിത്രം, ഇസ്തസ്കി എന്നുള്ളത് കാട്ടറബിയുടെ ചരിത്രമൊക്കെ വായിക്കും. അപ്പം നമ്മൾ അതിന്റെ പരമ്പര എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഈ മുസ്ലിയാക്കന്മാർ പറയുന്ന ഉത്തരം എന്താ അറിയോ? ചരിത്രമല്ലേ, ചരിത്രത്തിന് എന്തിനാണ് പരമ്പര നോക്കുന്നത് എന്നാണ് അവർ പറയുക. ചരിത്രത്തിന് പരമ്പര നോക്കണം. ഇസ്ലാമിക ചരിത്രം, ഇസ്ലാം ദീനാണ്. സ്വഹാബികളുടെ ചരിത്രം അത് ദീനാണ്. കാരണം അവർ മനസ്സിലാക്കിയതുപോലെ ദീൻ മനസ്സിലാക്കണമെന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതു ബിഹി ഫഖദ് ഇഹ്തദൂ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചു. അപ്പൊ ചരിത്രം വായിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിന്റെ അടിസ്ഥാനവും ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചത്. ഇനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭാര്യമാർ ആരൊക്കെയാണ്, അദ്ദേഹത്തിന്റെ പത്നിമാർ എന്നുള്ളതാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. ആ 4 ഭാര്യമാരിലായി അദ്ദേഹത്തിന് 3 ആൺമക്കളും 3 പെൺമക്കളുമുണ്ട്. ആരൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യമാർ? ഒന്ന് ഖുതൈല ബിൻത്ത് അബ്ദുൽ ഉസ്സ. അവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നോ ഇല്ലേ എന്ന കാര്യം ചരിത്രത്തിൽ വ്യക്തമല്ല. ഖുതൈല എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖിന്റെ ഭാര്യ മുസ്ലിം ആയിട്ടുണ്ടോ ഇല്ലേ എന്നത് ചരിത്രത്തിൽ കാണുന്നില്ല. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് എന്നതിന്റെ പ്രസിദ്ധരായ 2 മക്കളുണ്ട്. ഒന്ന് അബ്ദുല്ലാഹ് ബിൻ അബീ ബക്കർ, 2 ആയിഷ ബീവിയുടെ സഹോദരിയായിട്ടുള്ള അസ്മ ബിൻത്ത് അബീ ബക്കർ. ഈ 2 പേരുടെ മാതാവ് ഖുതൈലയാണ്. അവർ രണ്ടാളും ചരിത്രത്തിൽ പ്രഗത്ഭരാണ്. അബ്ദുല്ലാഹ് ബിൻ അബീ ബക്കറും അതേപോലെ തന്നെ അസ്മ ബിൻ അബീ ബക്കറും. പിന്നെ ജാഹിലിയ കാലത്തു തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതായത് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരെ തലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്നാണ് ചില ചരിത്രങ്ങളിൽ കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരെക്കുറിച്ചാണ് അസ്മാ ബീവിയുടെ പ്രസിദ്ധമായ ഒരു ഹദീസ് നിങ്ങൾ കേട്ട് കാണും. അസ്മാ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസിലൊരു സംഭവത്തിൽ നമുക്ക് കാണാം. എന്ത്? അവരുടെ മാതാവ് അവരെ സന്ദർശിക്കാൻ വേണ്ടി വന്നു. അസ്മായ എന്ന് പറഞ്ഞ മകളെ കാണാൻ വേണ്ടിയിട്ട് ഉമ്മ വരികയാണ്. ഉമ്മ ആരാണ്? ഖുതൈലയാണ്. അവർ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, പിന്നീട് സ്വീകരിച്ചോ എന്നത് വ്യക്തവുമല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് അവര് പിന്നെ എന്തെങ്കിലുമൊക്കെ സമ്മാനം, ബിഹദായ ഫിഹ അഖിത്തുൻ വസമിൻ എന്ന, അതായത് പാൽക്കട്ടി, നെയ്യ്, ഇങ്ങനത്തെ പെണ്ണുങ്ങൾ വീട്ടിൽ വരുമ്പോൾ കൊണ്ടുവരുന്ന കുറച്ച് അടുക്കള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് വസ്തുക്കളൊക്കെ ആയിട്ടാണ് ഉമ്മ മോളെ കാണാൻ വരിക. അങ്ങനെ മകളെ കാണാൻ വന്ന സമയത്ത് ഒരു അവിശ്വാസിയായ വ്യക്തിയെ തന്റെ വീട്ടിൽ കയറ്റിയിരുത്താൻ പാടുണ്ടോ എന്ന കാര്യത്തിൽ അവർക്ക് സംശയം വന്നു. ആർക്ക്? അസ്മ റളിയല്ലാഹു അൻഹയ്ക്ക്, അബൂബക്കർ സിദ്ദീഖ് തന്റെ മകൾ. അങ്ങനെ അവർ ആയിഷ ബീവിയെ പറഞ്ഞയച്ചു. ആയിഷ ബീവി മറ്റൊരു ഭാര്യയിലുള്ള അവരുടെ സഹോദരിയാണ്. അപ്പൊ ആയിഷ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് പറഞ്ഞയച്ചു. ഇങ്ങനെ എന്റെ ഇത്താത്ത അസ്മാ ബീവിയുടെ ഉമ്മ, അതായത് ഖുതൈല, അവര് വീട്ടിൽ വന്നിട്ടുണ്ട്. അവരെ വീട്ടിലിരുത്താനും അവരുടെ വിരിപ്പിലിരുത്താനും അവർ തരുന്ന സമ്മാനങ്ങൾ സ്വീകരിക്കാനും ഒക്കെ അനുവാദമുണ്ടോ എന്ന് ചോദിക്കാനായിട്ടാണ് ആയിഷ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പറഞ്ഞയച്ചത്. അങ്ങനെ പിന്നെ അവരാദ്യം ഉമ്മ കൊണ്ടുവന്ന ഹദിയ സ്വീകരിച്ചില്ല. ഉമ്മയെ വീട്ടിന്റെ അകത്തേക്ക് കയറ്റില്ല, പുറത്തിരുത്തി. കാരണം അകത്തേക്ക് കയറ്റാൻ പറ്റുമെന്ന് അവർക്ക് സംശയമുണ്ട്, കാഫറാണല്ലോ. അപ്പൊ ആ ഒരു സംശയത്തിലാണ് പുറത്തൊരു കസേര അല്ല ഒരു ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അവരുടെ സമ്മാനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഉമ്മ കൊണ്ടുകൊടുത്ത ഭക്ഷണപ്പൊതി അവർ വാങ്ങിച്ചില്ല. വാങ്ങിക്കാൻ പറ്റുമോ ഇല്ലെന്ന് അവർക്ക് അറിയില്ല. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, എന്താണ്? തീർച്ചയായിട്ടും പിന്നെ ലി തദ്ഖുൽഹ വലി തഖ്ബൽ ഹദിയതഹ, അവൾ അകത്തേക്ക് കടന്നുകൊള്ളട്ടെ, അതേപോലെ അവളുടെ ഹദിയ അവൾ സ്വീകരിച്ചു കൊള്ളട്ടെ. ആയിഷ ബീവിയോട് പറഞ്ഞത്, ഇത്താത്തയോട് പറയണം ഉമ്മയെ അകത്ത് കയറ്റിയിരുത്താൻ പറയണം. അപ്പൊ അവരുടെ ബെഡിലിരിക്കുന്നതിന് ഇസ്ലാമിൽ വിലക്കില്ല. ബറാ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറുന്നത് വിലക്കലല്ല, ആദർശബന്ധം സ്ഥാപിക്കുന്നതിനാണ് എന്ത് ചെയ്യുന്നത്, അവിടെ വിലക്കിയിരിക്കുന്നത്. ഉമ്മ അവിശ്വാസിയാണെങ്കിലും ഉമ്മ എന്നുള്ള നിലക്ക് അവരോട് കടമകളുണ്ട്. അപ്പൊ അവർ വീട്ടിൽ വന്നാൽ അവരെ സ്വീകരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അവർ കൊണ്ടുവന്ന ഹദിയകൾ സ്വീകരിക്കാനും പറഞ്ഞു. അപ്പൊ ഒരു അവിശ്വാസി കൊണ്ടുവരുന്ന ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നതിന് വിരോധമല്ല, നമുക്ക് അതിൽ മനസ്സിലായി. അറുത്തത് കഴിക്കുന്നതാണെന്ത് വിലക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ആണ് സൂറത്ത് മുംതഹനയിലെ 8ാമത്തെ ആയത്തിറങ്ങിയത് എന്ന അഭിപ്രായം മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ആയത്ത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അല്ലാഹു നിങ്ങൾക്ക് വിലക്കിയിട്ടില്ല. എന്ത്? ദീനിന്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവർ, മുസ്ലിമായതിന്റെ പേരിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്തവർ, അങ്ങനെയുള്ള ആളുകളോട് അൻ തബറൂഹും അവർക്ക് നന്മ ചെയ്യുന്നതും
വതുഖ്സിതു ഇലൈഹിം, അവരോട് നീതി പാലിക്കുന്നതും ഇസ്ലാം വിലക്കിയിട്ടില്ല. ലാ യൻഹാകുമുല്ലാഹ്. ഒരു മുസ്ലിമിന് കാഫിറിനോടുള്ള ബന്ധം എന്താണ് എന്ന് പഠിക്കുന്നിടത്ത്, ബന്ധവും ബന്ധവിച്ഛേദനവും വലാവും ബറാവും പഠിക്കുന്നിടത്ത് അടിസ്ഥാനമാണ്, ഉസൂലിൽപ്പെട്ട ഒരു നിയമമാണ് ഈ ആയത്തിലുള്ളത് എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഭൗതികമായി അവരുമായുള്ള ബന്ധങ്ങൾ നിലനിർത്താം, അവർക്ക് ഭക്ഷണം കൊടുക്കാം. മറ്റു സംഭവങ്ങളിലും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിശ്വാസിയായ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാത്ത ഒരു മകനെ ആക്ഷേപിച്ചതും ഭക്ഷണം കൊടുക്കാൻ കൽപ്പിച്ചതുമായ വേറെയും സംഭവങ്ങളൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 272 ആയത്തും ആ വിഷയത്തിലാണ്. ലൈസ അലൈക ഹുദാഹും, അവരുടെ ഹിദായത്ത് നിന്റെ ജോലിയല്ല. വലാകിന്നല്ലാഹു യഹ്ദി മൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കും. വമാ തുൻഫിഖു മിൻ ഖൈർ, നീ ഒരു നന്മ ചെയ്താൽ ഫലി അംഫുസിക്കും, നിനക്കാണ്. നീ അവർക്ക് വേണ്ടി സ്വത്ത് ചെലവഴിച്ചാൽ ഫലി അംഫുസിക്കും, അത് നിന്റെ ബാധ്യത നിറവേറ്റുന്നതിന് വേണ്ടിയാണ്, നിനക്ക് പ്രതിഫലം കിട്ടും. അപ്പൊ അവിശ്വാസിയായ വാപ്പാക്ക് ചെലവിന് കൊടുത്താൽ പ്രതിഫലം കിട്ടുമെന്ന് ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 272 ആയത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ സൂറത്തുൽ മുംതഹനയിലെ 8 ആയത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ പത്നിയായിരുന്ന ഖുതൈല ബിൻത് അബ്ദുൽ ഉസ്സ, ജാഹിലിയ കാലത്ത് തന്നെ അവരുടെ ആ ബന്ധം വേർപെട്ടു പോയിട്ടുണ്ട്. അതിലുള്ള മകളാണ് അസ്മ റളിയല്ലാഹു അൻഹ. അസ്മ ബിൻത് അബീബക്കർ അവരെ സന്ദർശിക്കാൻ വേണ്ടി സമ്മാനങ്ങളുമായി പാൽക്കട്ടിയും അതേപോലെ തന്നെ നെയ്യുമൊക്കെയായി ഉമ്മ വന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. അവർ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, ഉമ്മയെ വീട്ടിലേക്ക് കയറ്റുന്നതിനോ ആ ഭക്ഷണം നമ്മൾ വാങ്ങി കഴിക്കുന്നതിനോ വിരോധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടിനും വിരോധമില്ല, അവർ വീട്ടിൽ കയറി ഇരുന്നു കൊള്ളട്ടെ, അവരുടെ ഭക്ഷണം അവർ കൊണ്ടുവന്ന ഹദിയ അവൾ സ്വീകരിച്ചു കൊള്ളട്ടെ എന്ന് പറയുകയും മാത്രമല്ല, അവരുടെ വിഷയത്തിൽ മുംതഹന സൂറയിലെ 8 ആയത്ത് അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, അവിശ്വാസികളായ മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നും അതേപോലെ തന്നെ അവർ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നില്ലെങ്കിൽ, അവരൊരു ഫാഷിസ്റ്റ് അല്ലെങ്കിൽ, അവർ കൃത്യമായി ഷർത്ത് വെച്ചിട്ടുണ്ട്, അവർ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നില്ല, അതേപോലെ തന്നെ നിങ്ങൾ ദീനിൽ അവർ യുദ്ധത്തിനൊരുങ്ങിയിട്ടില്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവരോട് അൻ തബറൂഹും, നന്മകൾ ചെയ്യാൻ നല്ല നിലയിൽ വർത്തിക്കാം, വതുഖ്സിതു ഇലൈഹിം, അവരോട് നീതി കാണിക്കുകയും ചെയ്യാം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, തീർച്ചയായും അല്ലാഹു നീതിപാലകരെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ കാഫിറുകൾ അവർ നിങ്ങളോട് സന്ധിയുള്ളവരാണെങ്കിൽ, ഇണക്കമുള്ളവരാണെങ്കിൽ, അവർ നിങ്ങൾ മുസ്ലിം ആയതിന്റെ പേരിൽ നിങ്ങളോട് ശത്രുത പ്രഖ്യാപിക്കാത്തവരാണെങ്കിൽ, അങ്ങനെയുള്ള ആളുകളോട് നല്ല നിലയിൽ വർത്തിക്കാൻ ഇസ്ലാമിൽ അനുവാദമുണ്ട് എന്ന് നമ്മൾ പഠിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ ഭാര്യയും മകളും തമ്മിലുള്ള ആ ബന്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യ ഉമ്മു റൂമാൻ, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ആദ്യ കാലഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പിൻബലമായി കൂടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ വൈകാതെ ഇസ്ലാം സ്വീകരിച്ച് സജീവമായി ഇസ്ലാമിക ദഅവത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന സ്ത്രീയാണ് ഉമ്മു റൂമാൻ ബിൻത് ആമിർ ബിൻ ഉവൈമിർ, ബനു കിനാന ഗോത്രക്കാരിയാണ്. അവരെ ആദ്യം വിവാഹം ചെയ്തിരുന്നത് ഹാരിസ് ബിനു സഖ്ബറ എന്ന് പറയുന്ന ഒരാൾ മക്കയിൽ വെച്ച്. അവർ മരണപ്പെട്ടതിന് ശേഷമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ വിവാഹം ചെയ്തത്. എന്നാൽ അവരെ വിവാഹം കഴിക്കുമ്പോൾ അവർ വിധവയായിരുന്നു എന്നർത്ഥം. അവർ വളരെ നേരത്തെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമായ ഉടനെ തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി എല്ലാ ബൈഅത്തിലും, റസൂലിന് ബൈഅത്ത് ചെയ്ത സമയത്ത് എല്ലാ തരം ബൈഅത്തിലും ആര് പങ്കെടുത്തിട്ടുണ്ട്? ഞാൻ മുസ്ലിമായി കൊള്ളാമെന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്തു കൊള്ളാമെന്നും രക്തസാക്ഷിത്വം വരിച്ചു കൊള്ളാമെന്നും ഒക്കെയുള്ള പല ബൈഅത്തുകളും സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടത്തിയ കൂട്ടത്തിൽ ബൈഅത്തു റിദ്വാൻ അടക്കം എല്ലാ ബൈഅത്തിലും ആര് പങ്കെടുത്തിട്ടുണ്ട്? ഈ ഉമ്മു റൂമാൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അവരിലാണ് ആയിഷ ബീവി ജനിച്ചിട്ടുള്ളത്. ഉമ്മു റൂമാന്റെ മകളാണ് ആര്? ആയിഷ റളിയല്ലാഹു അൻഹയും അതുപോലെ അബ്ദുറഹ്മാൻ ബിൻ അബീബക്കർ എന്ന് പറയുന്ന മകൻ. ഇവർ രണ്ടും എന്താണ്, ഈ ഉമ്മു റൂമാന്റെ മക്കളാണ് ആയിഷ ബീവിയും അതേപോലെ തന്നെ അബ്ദുറഹ്മാനും. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഏതാനും വർഷങ്ങൾ അവർ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ നബി മരിക്കുന്നതിന് മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് മരിക്കുന്നതിന് മുമ്പ് ഉമ്മു റൂമാൻ, അതായത് ആയിഷ ബീവിയുടെ ഉമ്മ, മരണപ്പെട്ടിട്ടുണ്ട്. ഹിജറയ്ക്ക് ശേഷം 6 വർഷമാണ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. നബി അബൂബക്കർ സിദ്ദീഖ് ഹിജറയ്ക്ക് ശേഷം 12 വർഷം ജീവിച്ചിരുന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷം ജീവിച്ചിരുന്നിട്ടുണ്ട്. അതിൽ 6 വർഷക്കാലം ഹിജറയ്ക്ക് ശേഷം മദീനയിലും മക്കയിൽ നിന്ന് തന്നെ കൂടെയുണ്ട്. മദീനയിലും അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? ഈ ഉമ്മു റൂമാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പത്നി ഉണ്ടായിരുന്നു, ആയിഷ ബീവിയുടെ ഉമ്മ. മൂന്നാമത്തെ അവരുടെ മറ്റൊരു ഭാര്യ അസ്മാ ബിൻത്
ഉമൈസ്, അവർ ഉമ്മു അബ്ദില്ല എന്നാണ് അറിയപ്പെട്ടത്. ആദ്യകാലത്ത്, ഏറ്റവും ആദ്യകാലത്ത് മദീനയിലേക്ക് ഹിജറ വന്ന കൂട്ടത്തിൽ അവരുണ്ട്. അതായത് ഉമ്മുറൂമാൻ മദീനയിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ അസ്മാ ബിൻത് ഉമൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, മദീനയിലേക്ക് ഹിജറ വന്നിട്ടുണ്ട്. പിന്നെ വളരെ നേരത്തെ ദാറു അർക്കമിൽ എല്ലാവരും ഇസ്ലാം സ്വീകരിച്ച ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇവരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബൈഅത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം അവർ എന്ത് ചെയ്തു, ഹിജറ പോയി. ഹിജറയ്ക്ക് ശേഷമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ വിവാഹം ചെയ്തിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ പല സന്ദർഭത്തിലും നബിയുടെ കൂടെ ഹബ്സീനയിലേക്കുള്ള ഹിജറയിൽ അവരുണ്ടായിട്ടുണ്ട്, മദീനയിലേക്കുള്ള ഹിജറയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ഹിജറയുടെ ശേഷമാണ് അവരുടെ ഭർത്താവ് പിന്നെ നമുക്കറിയാം ജാഫർ ബിൻ അബി താലിബിനെ കുറിച്ച്. ജാഫർ തയ്യാർ നിങ്ങൾ കേട്ട് കാണും. മൂത്ത യുദ്ധത്തിലാണ് അദ്ദേഹം ഷഹീദാകുന്നത്. അതിൽ അവർക്ക് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മകനുണ്ട്. അതിന് ശേഷമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു അദ്ദേഹത്തിന്റെ നാലാമത്തെ ഭാര്യ ഹബീബ. 4 ഭാര്യമാരുണ്ടായിരുന്നു. ഹബീബ ബിൻത് ഖാരിജ ബിൻ സെയ്ദ് അൻസാരിയാണ്. പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന സമയത്ത് മക്കയിൽ നിന്ന് വന്ന ആളുകളെ സ്വീകരിച്ച ആളുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നവരാണ്. മറ്റത് 2 മക്കയിലുള്ള, മറ്റു 3 ആളുകളും മക്കയിൽ നിന്ന് തന്നെ അബൂബക്കർ സിദ്ദീഖ് തന്റെ വധുവായിരുന്ന ആളാണ്. ഈ ഹബീബ ബിൻത് ഖാരിജ എന്ന് പറഞ്ഞാൽ മദീനയിലെത്തിയതിന് ശേഷമാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണമടയുന്ന സമയത്ത് അവർ ഗർഭിണിയായിരുന്നു. അബൂബക്കറിന്റെ മകളെ പ്രസവിച്ചു, ഉമ്മു കുൽസൂം എന്ന് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് തന്റെ മറ്റൊരു മകളാണ്, ആയിഷ ബീവിയുടെ സഹോദരി. അത് ഹബീബയാണ് അവരുടെ ഉമ്മ എന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി അബൂബക്കർ സിദ്ദീഖ് തന്റെ മക്കളെ കുറിച്ചുള്ള വിവരങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചില ആളുകളെ കുറിച്ച്, വീണ്ടും അതൊന്ന് പെട്ടെന്ന് ആവർത്തിച്ചു പോവാണ്. ഏറ്റവും മുതിർന്ന മകൻ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ. അദ്ദേഹം ഹുദൈബിയ സന്ധിയുടെ ദിവസത്തിലാണ് ഇസ്ലാം സ്വീകരിച്ചത്. ഹുദൈബിയ സന്ധി നടക്കുന്ന സമയത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇസ്ലാം സ്വീകരിക്കുന്നത്. അദ്ദേഹം ഇസ്ലാമിൽ മികച്ച ദാഇയായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ശത്രുക്കൾക്കെതിരെയുള്ള പോരാട്ടത്തിലൊക്കെ മുൻ നിരയിൽ തന്നെ ഉണ്ടായിരുന്നു. ധീരത കൊണ്ട് അറിയപ്പെട്ട പ്രമുഖനായ സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇസ്ലാമിലെ ചില യുദ്ധരംഗങ്ങളും മറ്റുമൊക്കെ വളരെ വിസ്മയകരമായ ചില രംഗങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ മകൻ അബ്ദുല്ലാഹ് ബിൻ അബീ ബക്കർ. ഹിജറയുടെ ചരിത്രത്തിൽ അബ്ദുല്ലാഹ് ബിൻ അബീ ബക്കറിന്റെ പേരും എപ്പോഴും ശ്രദ്ധിക്കപ്പെടും. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജറ പോകുന്ന സമയത്ത്, ചെറിയ പയ്യനായിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെതായ ചില ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. രാത്രി സമയത്തൊക്കെ അദ്ദേഹം ഈ ഹിറാ ഗുഹയിൽ അവർ ഒളിച്ചിരിക്കുന്ന സമയത്തൊക്കെ അവരെ സഹായിക്കാൻ വേണ്ടി മറ്റാരും കാണാതെ മലയൊക്കെ അള്ളിപ്പിടിച്ച് കയറിയ ചരിത്രം അബ്ദുല്ലാഹ് ബിൻ അബീ ബക്കറിന്റെ ചരിത്രത്തിൽ നിങ്ങൾ കേട്ട് കാണും. നേരം പുലരുന്നതിന് ഇരുട്ടത്ത് ധൈര്യത്തോടു കൂടി കയറിപ്പോയിട്ട് അവർക്കുള്ള ചില ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചില വിവരങ്ങൾ അവരെ അറിയിക്കുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള കഥ നമ്മൾ കേട്ട് കാണും അബ്ദുല്ലാഹ് ബിൻ അബീ ബക്കറിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന കാലത്താണ് തായിഫിൽ നടന്ന ഒരു യുദ്ധത്തിൽ ശത്രുക്കളുടെ അമ്പേറ്റ് ഷഹീദാകുന്നത്. അപ്പോൾ വാപ്പ ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹം യുദ്ധരംഗത്ത് ഷഹീദായിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലശേഷം. മൂന്നാമത്തെ മകൻ മുഹമ്മദ് ബിൻ അബീ ബക്കർ. നേരത്തെ നമ്മൾ പറഞ്ഞു അസ്മാ ബിൻത് ഉമൈസ് അബൂബക്കറിന്റെ പത്നി, അതിലുള്ള ഒരു മകനാണ് മുഹമ്മദ് ബിൻ അബീ ബക്കർ. ഹജ്ജത്തുൽ വദാ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന അതിന്റെ തലേ വർഷത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഹജ്ജത്തുൽ വദാ നടക്കുന്ന സമയത്താണ് അസ്മ പ്രസവിക്കുന്നത്. അതാ മുഹമ്മദ് ബിൻ അബീ ബക്കർ എന്ന് കാണാൻ സാധിക്കും. ഖുറൈശി യുവാക്കളിൽ പ്രഗത്ഭമായ സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. പിതാവിന്റെ മരണശേഷം അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പ്രത്യേകം സംരക്ഷണം കൊടുത്തു വളർത്തിക്കൊണ്ടുവന്നു. അദ്ദേഹത്തെ അലി റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഈജിപ്തിലെ ഗവർണറാക്കി. ഈജിപ്തിൽ അദ്ദേഹം ഗവർണറായിരിക്കെ ഉള്ള ഒരു പോരാട്ടത്തിനിടയിലാണ് അദ്ദേഹം ഷഹീദായത്. ഈ മുഹമ്മദ് ബിൻ അബീ ബക്കർ ഷഹീദായത് എന്നൊക്കെ ചരിത്രമുണ്ട്. അപ്പോൾ ഇസ്ലാമിൽ തന്നെ പേരുകെട്ട ചരിത്രമാണ് മുഹമ്മദ് ബിൻ അബീ ബക്കറിൻ്റെത്. നാലാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ അസ്മാ ബിൻത്. അവർ ഹിജറയുടെ സമയത്ത് അവരുടെ പേരിലും
ധീരമായ ചരിത്രം. അവരും സഹോദരനും കൂടിയാണ്. ഒത്താശകൾ ചെറിയ കുട്ടി, നേരത്തെ നമ്മൾ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞല്ലോ, അവരൊരുമിച്ചാണ് എന്ത് ചെയ്താൽ അബ്ദുല്ലാ ബിൻ അബി ബക്കറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഹിജറയുടെ സമയത്ത് ഇത്താത്തയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഒട്ടകത്തെ തയ്യാറാക്കി, അതിൽ ഭക്ഷണമൊക്കെ തയ്യാറാക്കി കെട്ടിവെച്ചു കൊടുത്തു. കയറ് തികയാഞ്ഞിട്ട് സ്വന്തം അരപ്പട്ട അഴിച്ച് കീറി കെട്ടിക്കൊടുത്തു എന്നൊക്കെയുള്ള ചരിത്രം കിട്ടുന്നുണ്ട്. ദാത്തുൻ നിതാഖൈൻ, 2 അരപ്പട്ടയുള്ളവർ, ഒരരപ്പട്ട കൊണ്ട് അവർ തുണി കെട്ടി, ഉടുപ്പ് കെട്ടി, അതിന്റെ ഒരു ചീന്ത് കൊണ്ട് അവർ എന്ത് ചെയ്തു, ഭക്ഷണവും ഒട്ടകപ്പുറത്ത് കെട്ടിവെച്ചു കൊടുത്ത കഥയൊക്കെ നിങ്ങൾക്ക് കാണാം, നമുക്ക് അറിയാവുന്ന ചരിത്രമാണ്. ദാത്തുൻ നിതാഖൈൻ എന്നറിയപ്പെടുന്ന ആയിഷാ ബീവിയേക്കാളും മുതിർന്ന, ആയിഷാ ബീവിയുടെ ഇത്താത്തയാണ് ആര്, ഈ അസ്മ എന്നുള്ളത്. അവർക്ക് ദാത്തുൻ നിതാഖൈൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വെച്ചത്. ഇരട്ടപ്പട്ടക്കാരി എന്ന് പേരിട്ടതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് അസ്മാ ബീവിക്ക് ദാത്തുൻ നിതാഖൈൻ എന്ന് പേരിട്ടത്. അതിന്റെ കാരണം ഹിജറ സമയത്ത് അവരുടെ അരപ്പട്ട 2 ചീന്താക്കിയിട്ട് ഒരു ചീന്തുകൊണ്ട് അവർ തുണി ഉറപ്പിച്ചു, 2ാമത്തെ ചീന്തുകൊണ്ട് അവർ ഭക്ഷണം ശരിപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു സ്വഹാബി, ഒരുപാട് സ്വഹാബിമാരുണ്ട്, അതിൽ വളരെ നിർണായകമായ ചില വിഷയങ്ങളിൽ ചരിത്രം രചിച്ചുകൊണ്ട് അറിയപ്പെട്ട സ്വഹാബിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സുബൈർ ഇബ്നുൽ അവ്വാം. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അവരെ പത്നി, അവരാണ് ഇവരെ വിവാഹം ചെയ്തത്. ഈ അസ്മ ബിൻത് അബീ ബക്കറിനെ കല്യാണം കഴിച്ച ആരാണ്? സുബൈർ ബിൻ അവ്വാം. സുബൈർ ബിൻ അവ്വാമിന്റെ ചരിത്രവും അബ്ദുല്ലാഹി ബിൻ സുബൈറിന്റെ ചരിത്രവും ഇസ്ലാമിൽ അറിയപ്പെട്ടതാണ്. പ്രത്യേകിച്ചും അലി റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്തൊക്കെ ഇവരുടെ ചരിത്രത്തിലെ വളരെ ഊഷ്മളമായ ചില പാഠങ്ങളുണ്ട്. അതേപോലെ തന്നെ ഹിജറയുടെ ചരിത്രത്തിൽ സുബൈർ ബിൻ അവ്വാമിന്റെ ചരിത്രവും വളരെ പ്രസിദ്ധമാണ്. കാരണം ആ സമയത്ത് അസ്മാ ബീവിയും സുബൈർ ബിൻ അവ്വാമും ഹിജറ പോകുന്ന സമയത്ത് അവർ ഗർഭിണിയാണ്. ഒന്നിലേറെ ഗർഭിണികൾ ഹിജറ യാത്രയിൽ ഉണ്ടായിരുന്നു. അതായത് അബ്ദുല്ലാഹി ബിൻ സുബൈറിനെ പ്രസവിക്കുന്നത് ഹിജറ കഴിഞ്ഞ ഉടനെയാണ്. ഗർഭിണിയായിക്കൊണ്ടാണ് ഹിജറ പോയത്. ഹിജറ കഴിഞ്ഞ് ആദ്യം പ്രസവിക്കപ്പെടുന്നത് അബ്ദുല്ലാഹി ബിൻ സുബൈറാണ്. ഹിജറ കഴിഞ്ഞ ആദ്യത്തെ ഒരു പ്രസവം മദീനയിലെത്തിയ ഉടനെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിജറയ്ക്ക് ശേഷമുള്ള ഇസ്ലാമിലെ 1ാമത്തെ കുട്ടി അവ്വലു മൗലൂദിൻ ഫിൽ ഇസ്ലാമി ബഅദൽ ഹിജറ എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹി ബിൻ സുബൈറാണ്. സുബൈർ ബിൻ അവ്വാമിന്റെയും അസ്മാ ബിൻത് അബീ ബക്കറിന്റെയും മകനാണ് അദ്ദേഹം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർ വളരെ ദീർഘകാലം ജീവിച്ചിരുന്നിട്ടുണ്ട്. അവരുടെ ഭർത്താവ് രക്തസാക്ഷിയാകുന്നതിന് അവർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അവരുടെ മക്കൾ രക്തസാക്ഷിയാകുന്നതിന് അവർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അവരുടെ ചരിത്രത്തിൽ 100 വയസ്സിലേറെയൊക്കെ അവർ ജീവിച്ചിരുന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു അഅലം. വളരെ ദീർഘമായ കാലയളവ് ജീവിച്ചിരിക്കാൻ അവസരം ലഭിച്ച ഒരു വനിതയാണ് അസ്മാ ബിൻത് അബീ ബക്കർ എന്ന് അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ മുഹദ്ദിസത്ത് കൂടിയാണ്. ആയിഷാ ബീവിയെ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്വഹാബ വനിതയാണ് ആര്? അസ്മാ ബിൻത് അബീ ബക്കർ. ഇപ്പൊ നമുക്കറിയാം, സ്ത്രീകൾ മുഖം മറയ്ക്കണോ വേണ്ടേ, നിഖാബ് മറക്കൽ നിർബന്ധമാണോ അല്ലേ? നിർബന്ധമാണ് എന്നതിലേക്ക് ഏറ്റവും ശക്തമായ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അസ്മാ ബീവിയാണ്. കാരണം ആളുകൾ പലപ്പോഴും മുഖം മറക്കേണ്ടതില്ല എന്ന് കരുതുന്ന ആളുകൾ എപ്പോഴും പറയാറുള്ളത് ഹജ്ജിന് പോകുന്ന സ്ത്രീകൾ മുഖം മറക്കേണ്ടതില്ലല്ലോ എന്ന് കേൾക്കാം. അത് തെറ്റാണ്. ഹജ്ജിന് പോകുന്ന സ്ത്രീകളോട് മുഖം മറക്കരുത് എന്ന് കൽപ്പനയില്ല. ആളുകൾ തെറ്റിദ്ധരിച്ചാണ്. കൽപ്പന ഇപ്രകാരമാണ്, നിഖാബ് ധരിക്കരുത് എന്നാണ്. പുരുഷന്മാരുടെ അടിവസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലെ സ്ത്രീകളോട് എന്ത് പറഞ്ഞു? നിഖാബ് ധരിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ട് മുഖം മറയ്ക്കാൻ വേണ്ടി മാത്രം ഒരു വസ്ത്രം ധരിക്കുന്നത് പാടില്ല എന്നാണ് വിലക്കുള്ളത്. അത് നമുക്ക് മനസ്സിലായത് ഈ അസ്മാ റളിയല്ലാഹു അൻഹയുടെ പ്രവർത്തനത്തിൽ നിന്നാണ്. അവർ കൃത്യമായിട്ട് പറയുന്നത്, അവരും ആയിഷാ ബീവിയും ഒക്കെ ഹജ്ജിന് പോയ സമയത്ത് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഞങ്ങൾ മുഖം തുറന്നിടും. അന്യപുരുഷന്മാരില്ലാത്തടത്ത് മുഖം തുറന്നിടാം. എന്നാൽ അന്യപുരുഷന്മാർ ഞങ്ങളുടെ നേരെ വരികയാണെങ്കിൽ ഞങ്ങൾ തട്ടം കൊണ്ട് മുഖം മറയ്ക്കുമായിരുന്നു ഹജ്ജിന്റെ സമയത്ത്, ഇഹ്റാമിലായതിനു ശേഷം. അപ്പൊ ഇഹ്റാമിലാണെങ്കിലും അന്യപുരുഷന്മാരുടെ അരികിൽ മുഖം മറയ്ക്കണം എന്നാണ്. നിഖാബ് ധരിക്കുന്നതാണ് വിലക്കിയത്. നിഖാബ് ധരിക്കുന്നത് വിലക്കി എന്നതിനെ നമ്മുടെ നാട്ടിൽ തെറ്റായിട്ട് വിശദീകരിച്ചു. മുഖം മറയ്ക്കുന്നതിനെ വിലക്കി. സ്ത്രീ മുഖം മറയ്ക്കുന്നതിനെ, ഹജ്ജിന്റെ സമയത്ത് മുഖം മറയ്ക്കുന്നതിനെ വിലക്കിയിട്ടുള്ള ഒരു ഹദീസും വന്നിട്ടില്ല. ലാ തൻതഖിബ് എന്നാണ് വന്നിട്ടുള്ളത്. തൻതഖിബ് എന്ന് എന്താ? നിഖാബ് ധരിക്കരുത് എന്നാണ്. അത് നമ്മളെ പഠിപ്പിച്ച ആരാണ്? അസ്മാ റളിയല്ലാഹു. ഇത് മാത്രമല്ല, ഒരുപാട് ഇൻഷാ അല്ലാഹ് ചരിത്രങ്ങൾ വായിക്കും. നമ്മൾ അസ്മാ ബീവിയുടെ ചരിത്രമൊക്കെ വായിക്കും. വളരെ ഊഷ്മളമായ പല അനുഭവങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രധാനപ്പെട്ട 56 ഹദീസുകൾ, സുപ്രസിദ്ധമായ നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ അമലാക്കേണ്ട വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള 56 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയിൽ നേരിട്ട് കേട്ടുപഠിച്ച ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വനിതയാണ്. ആയിഷാ ബീവിയെ പോലെ തന്നെ ഒരു മുഹദ്ദിസത്താണ് ആര്?
അസ്മ റളിയല്ലാഹു അൻഹ എന്ന് കാണാൻ സാധിക്കും. അവരിൽ നിന്ന് ദീന് പഠിച്ച ധാരാളം ആളുകളുണ്ട്. അസ്മാ ബീവി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദീന് പഠിപ്പിച്ച കുറെ സ്വഹാബികളും താബീങ്ങളുമുണ്ട്. അവരിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബികളുണ്ട്, താബീങ്ങളുണ്ട്. സ്വഹാബികളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ചെറിയ കുട്ടിയാണ്. അവർ ദീന് പഠിക്കാൻ വേണ്ടി ആരെടുത്ത് വന്നിരുന്നു? ഫിഖ്ഹിൽ പരിജ്ഞാനമുള്ള, ഫിഖ്ഹിൽ നല്ല പ്രാവീണ്യമുള്ളവരാണ് രണ്ടാളും. ആര്? അസ്മാ ബീവിയും ഫിഖ് നന്നായിട്ടറിയാം, അതേപോലെ തന്നെ ആയിഷ ബീവിക്കും ഫിഖ് നന്നായിട്ടറിയാം റളിയല്ലാഹു അൻഹുമ. അവരുടെ അരികിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബിയാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ്. പിന്നെ അവരുടെ മക്കൾ അബ്ദുല്ലാഹിബിൻ ഉർവ, അബ്ദുല്ലാഹിബിൻ അബീ മുലൈക്ക തുടങ്ങിയിട്ടുള്ള അവരുടെ തന്നെ മക്കളും ഹദീസ് റിപ്പോർട്ടർമാരാണ്. അവരൊക്കെ എന്താണ്? ഇവരിൽ നേരിട്ട് ദീന് പഠിച്ചു. പിന്നെ ഉദാരമതിയാണ്, ധാരാളമായി പിന്നെ സദഖ കൊടുക്കുന്ന, ഔദാര്യം ചെയ്യുന്ന, ധാരാളമായി നന്നായി ഔദാര്യം കാണിക്കുന്ന, പാവങ്ങളെ സഹായിക്കുന്ന വനിതയാണ് അസ്മാ റളിയല്ലാഹു അൻഹ എന്നതും അറിയപ്പെട്ടിട്ടുണ്ട്. ഹിജറ 73 മക്കയിൽ വെച്ചാണ് അവർ മരണപ്പെടുന്നത്. നബി മരിച്ചിട്ട് പിന്നെയും ഒരു 3/4 നൂറ്റാണ്ട് അവർ ജീവിച്ചിരുന്നിട്ടുണ്ട്. ഹിജറ 73 മക്കയിൽ വെച്ചാണ് അവർ വഫാത്തായിട്ടുള്ളത് എന്ന് കാണാം. അടുത്തത് ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ. ആയിഷത്തു സിദ്ദീഖ എന്ന് പറയും, അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ എന്ന അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ്, എടുത്തു പറയേണ്ടതില്ല. 6-ാമത്തെ വയസ്സിൽ നിക്കാഹ് കഴിഞ്ഞു, 9-ാമത്തെ വയസ്സിൽ വീട് കൂടി. ഇതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ അവർ വീട് കൂടിയത് ഒരു ശവ്വാൽ മാസത്തിലാണ്. അതുകൊണ്ടാണ് വിവാഹം കഴിക്കുന്നതിന് ശവ്വാൽ മാസം, ഇതാണ് ശവ്വാൽ, മനസ്സിലായില്ലേ? ശവ്വാൽ മാസത്തിലെ വിവാഹം പുണ്യമുള്ളതാണ് എന്ന് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ആയിഷ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത് ശവ്വാലിലാണ് എന്നതാണ് അതിന്റെ ആധാരമായി പറയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഏറ്റവും ഇൽമുണ്ടായിരുന്നത് ആയിഷ ബീവിക്കാണ്. അവരെടുത്തുനിന്ന് ഫത്വകൾ ചോദിക്കാൻ വേണ്ടി മുതിർന്ന, അവരെക്കാൾ പ്രായമുള്ള സ്വഹാബികൾ വരെ വരുമായിരുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരെ, വാപ്പയാണ്. പക്ഷെ ചില ഇൽമ് ചോദിക്കാൻ, ചില മസ്അലകൾ ചോദിക്കാൻ ആരെ സമീപിക്കാറുണ്ടായിരുന്നു? ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സമീപിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അഫ്ഖഹുൻ നിസാ, സ്ത്രീകളിൽ ഏറ്റവും നന്നായി പരിജ്ഞാനമുള്ള വനിത എന്ന് നാമകരണം ചെയ്യപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു സംഭവം, ഇപ്പൊ നമ്മളത് വായിക്കുന്നില്ല, അപവാദ പ്രചാരണ സംഭവം. ഒരു യുദ്ധയാത്രയുമായി ബന്ധപ്പെട്ട് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആരോപണം ഉന്നയിച്ചു. ഇന്നും ഷിയാക്കൾ ആ ആരോപണം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ലഅനത്തുല്ലാഹി അലൈഹിം. ഇന്നും ആയിഷ ബീവിയെ കുറിച്ച് ആ ആരോപണം അവർ ഉന്നയിക്കും. ഞാൻ നേരത്തെ ഒന്ന് ജുമഅക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഒരു 12-ാമത്തെ ഇമാമ് വരുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് എന്ന്. ആ ഇമാമ് വന്നാൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന നടപടികളിൽ ഒന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹാക്കെതിരെ ഹദ്, അവരെ കുറ്റത്തിന് ശിക്ഷാ നടപടി അന്ന് സ്വീകരിച്ചിട്ടില്ല. മറ്റുള്ളവരെ പേടിച്ചിട്ട് മുഹമ്മദ് അബൂബക്കർ റളിയല്ലാഹുവിനെയും അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹുവിനെയും ഭയന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് ആ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നത് ഈ 12-ാമത്തെ ഇമാം എന്ന് പറയുന്ന ആളായിരിക്കുമെന്ന് തനിച്ച കുഫർ ഷിയാക്കൾ പ്രചരിപ്പിക്കുന്നുണ്ട്. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ അവർ ആയിഷ ബീവിയുടെ പേരെടുത്ത് അവർക്കെതിരെ ലഅനത്ത് ചൊല്ലാറുണ്ട്. അബൂബക്കർ റളിയല്ലാഹുവിനെതിരെ ഉമർ റളിയല്ലാഹുവിനെതിരെയും പേരെടുത്തിട്ട് ലഅനത്ത് ചൊല്ലുന്നവരാണ് ഷിയാക്കൾ. മനസ്സിലായില്ലേ? ഖുനൂത്തിലും അവർ പേരെടുത്തൊക്കെ പിന്നെ എന്താണ് ആക്ഷേപിക്കാറുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പത്നി അല്ലേ? ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ സരീദ് പോലെയാണ് ഭാര്യമാരുടെ കൂട്ടത്തിൽ എനിക്ക് ആയിഷ ബീവി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സരീദ് എന്നാൽ ഇറച്ചിയും പത്തിരിയിലും കൂടി കൂട്ടിയിട്ടുള്ള ഒരു നല്ല വിഭവമാണ്. ഒരുപാട് നല്ല ഭക്ഷണമുണ്ട്. അതിൽ സാധാരണ ഭക്ഷണങ്ങൾക്കിടയിൽ ഒരു സരീദിന് എന്താണ് സ്ഥാനം? മറ്റു ഭാര്യമാർക്കിടയിൽ ഞാൻ ആയിഷ ബീവിക്ക് വകവെച്ചു കൊടുക്കുന്ന സ്ഥാനം അതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രശംസിച്ച് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരിൽ നിന്ന് 2000 ചില്ലാനം ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ പിന്നെ ആരിൽ നിന്നാണ്? ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ്. അപ്പം ആ ചെറുപ്രായത്തിൽ എന്തുകൊണ്ട് അവരെ വിവാഹം കഴിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആജ്ഞാപിച്ചു എന്നുള്ളതും പിന്നീട് ദീർഘകാലം അവർ ജീവിച്ചിരുന്നപ്പോൾ നബിയിൽ നിന്ന് നേരിട്ട് പഠിച്ച മസ്അലകളൊക്കെ തന്നെയും ബഹുജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതിൻ്റെയും ഒക്കെ ഹിക്മത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ബുഖാരി മുസ്ലിം മാത്രം 174 ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ബുഖാരിയിലും സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും മാത്രം ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ 174 ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ഉദ്ധരിക്കാത്ത 54 ഹദീസുകൾ ബുഖാരിയിൽ മാത്രം ആയിഷ ബീവിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ബുഖാരി ഉദ്ധരിക്കാത്ത 69 ഹദീസുകൾ സ്വഹീഹ് മുസ്ലിമിൽ ആയിഷ ബീവിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവര് 63 വയസ്സിൽ ചില്വാനം, ഇപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന 63 വയസ്സുകാലാണ്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 63 വയസ്സാണ് ജീവിച്ചത്. അലി റളിയല്ലാഹു അൻഹു 63 വയസ്സാണ്. ചില ഉസ്മാൻ റളിയല്ലാഹു അൻഹു മാത്രമാണ് കുറച്ചധികം കാലം ജീവിച്ചു. ബാക്കിയൊക്കെ 63 വയസ്സ്. ഇവരും 63 വർഷക്കാലം ജീവിച്ചിരുന്നു. ഹിജറ 57 ഇവർ വഫാത്തായത്. ഇവർക്ക് സന്താനങ്ങളൊന്നുമില്ല. എന്നാലും ഉമ്മു അബ്ദില്ല എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടത്. അവരുടെ ലഖബ് എന്തായിരുന്നു? ഉമ്മു അബ്ദില്ല എന്നാണ്. ഉമ്മുൽ മുഅ്മിനീനാണ്. ആ സമയത്ത് ഉമ്മു അബ്ദില്ല എന്നൊരു പേര് അവർ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. അവരിൽ അള്ളാഹു മക്കളെ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആയിഷ, നമുക്കറിയാം, ഖദീജ ബീവിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മക്കളും ഉള്ളത്. ഇബ്രാഹിം എന്ന മകൻ മാത്രമാണ് മാരിയത്തുൽ ഖിബ്തിയയിലുള്ളത്. നമുക്കറിയാം, മറ്റു ഭാര്യമാരിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കളുണ്ടായിരുന്നില്ല. അതേപോലെ ആയിഷ ബീവിയിലും ഉണ്ടായിരുന്നില്ല. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളെ കുറിച്ചുള്ള ചരിത്രം. അവരെക്കുറിച്ച് പിന്നെ മറ്റുള്ളവരുടെ പേരുകൾ മാത്രം നമുക്ക് പറഞ്ഞു. അടുത്തത് പിന്നെ ഉമ്മു കുൽസൂം ബിൻത് അബീ ബക്കർ. അവരെ പിൽക്കാലത്ത് പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു വിവാഹം കഴിച്ചിട്ടുണ്ട്. ആരെ? ഉമ്മു കുൽസൂമിനെ, അദ്ദേഹത്തിന്റെ മകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളെ വിവാഹം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അവരുടെ ചരിത്രത്തിലും ചില നിർണായകമായ ചില ഭാഗങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാനായിട്ടുണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടു വന്നിട്ടുള്ള റിപ്പോർട്ടുകളാണ്. അബൂ ദർദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് ഞാൻ വായിക്കുന്നത്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് എങ്ങനെ? കുൻതു ജാലിസൻ ഇന്ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അഖ്ബല അബൂബക്കർ ആഖിദൻ ബിതർഫി തൗബിഹി ഹത്താ അദ്ദാ റുക്ബതൈഹി. അബൂ ദർദ പറയാണ്, ഞാൻ നബിയുടെ അരികിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതാ അബൂബക്കർ ഒരു വസ്ത്രത്തിന്റെ അറ്റം പിടിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട്. മനസ്സിലായില്ലേ? എന്നിട്ട് അദ്ദേഹം അതിങ്ങനെ മുട്ടുവരെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഓടി വരാൻ വേണ്ടിയിട്ട് തുണി ഇങ്ങനെ പൊക്കി ഓടി വരികയാണ് അദ്ദേഹം. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബുക്കും ഫഖദ് ഹാമിർ ഫസല്ലമ. അങ്ങനെ സലാം പറഞ്ഞു. വഖാല യാ റസൂലല്ലാഹ് ഇന്നി കാന ബൈനി വബൈന ഉമർ ഇബ്നു ഖത്താബ് ഷൈ. ഞാൻ പിന്നെ എന്താണ്, ഉമർ ഖത്താബിനും എനിക്കുമിടയിൽ ഒരു പ്രശ്നമുണ്ട്. ഫഅസ്റഅതു ഇലൈഹി സുമ്മ നദിംതു. ഞാനത് അറിയാതെ ഉമർ ഖത്താബുമായിട്ട് ഞാൻ ഒരു വാക്ക് പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞുപോയി. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ദേഷ്യം പിടിച്ചപ്പോൾ ഒരു വാക്ക് വന്ന് വായിൽ നിന്ന്, അതെനിക്ക് സങ്കടമുണ്ടായി, ഖേദമുണ്ടായി. ഫസഅൽതുഹു അൻ യഗ്ഫിറ ലി. എനിക്കത് വിട്ടുപുറത്ത് മാപ്പാക്കി തരണം. ഉമറിനോട് ഞാൻ പറഞ്ഞത് എനിക്കത് പൊരുത്തപ്പെട്ട് തരണം. ഞാൻ ഒരു വാക്ക് നിന്നോട് മോശമായിട്ട് പറഞ്ഞല്ലോ, അതെനിക്ക് മാപ്പാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോ എന്താണ്, ഫസഅൽതുഹു അൻ യഗ്ഫിറ ലി ഫഅബാ അലയ്യ. അദ്ദേഹം മാപ്പാക്കാൻ കൂട്ടാക്കിയില്ല. ഫഅഖ്ബൽതു ഇലൈക. അതാണ് നബിയെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അതായത് ഉമറിനോട് എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരാൻ പറയണം. ഒരു അറിയാതൊരു വാക്ക്, എന്തോ ഒരു ബഹളം വെച്ചപ്പോൾ ഒരു വാക്ക് ഉപയോഗിച്ചു പോയി. അതാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹി പറയാണ്, യഗ്ഫിറുല്ലാഹു ലക യാ അബൂബക്കർ. അബൂബക്കറെ, അള്ളാഹു നിനക്കത് പുറത്തു തരട്ടെ. 3 വട്ടം പറഞ്ഞു യഗ്ഫിറുല്ലാഹ്. ഉമർ റളിയല്ലാഹു വാപ്പ് എന്നൊന്നും പറഞ്ഞില്ല. അപ്പം 3 തവണ അബൂബക്കറിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹുവിന് മാപ്പ് കൊടുക്കാഞ്ഞിട്ട് സങ്കടം വന്നു. അത്രയും നബിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മാപ്പ് കൊടുത്തില്ല എന്നത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ടില്ല. സുമ്മ ഇന്ന ഉമർ നദിമ. ഉമർ ഖേദിച്ചു. ഫഅത മൻസില അബീബക്കറിൻ. അങ്ങനെ അബൂബക്കറിന്റെ വീട്ടിലേക്ക് ചെന്നു. ഫസഅല, എന്നിട്ട് ചോദിച്ചു, അസമ്മ അബൂബക്കർ എവിടെയുണ്ടോ? ഫഖാല, അവർ വീട്ടുകാർ പറഞ്ഞു, ലാ, ഇല്ല. ഫഅത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉമർ നേരെ അബൂബക്കറിന്റെ നബിയുടെ അടുത്തേക്ക് ഓടി വന്നു. ഫജഅല വജ്ഹു നബി സസ്മിയ യതമഅർ. നബിയുടെ മുഖം ഇങ്ങനെ ചുവന്നിട്ടുണ്ട് ദേഷ്യം കൊണ്ട്. നബിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്, ഇത് മാപ്പ് കൊടുക്കാത്തതിന്റെ പേര്. ഹത്താ അശ്ഫഖ അബൂബക്കർ തന്നെ പേടിച്ചു പോയി. ഫജസ അലാ റുക്ബതൈഹി ഫഖാല യാ റസൂലല്ലാഹ് വല്ലാഹി അന കുൻത അദ്ലിം. 2 വട്ടം പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് വിചാരിച്ചത് അബൂബക്കർ റളിയല്ലാഹുവിനോടാണ് ആര് ദേഷ്യം പിടിക്കുന്നത്? നബി ദേഷ്യം പിടിച്ചെന്നാണ് വിചാരിച്ചത്. അബൂബക്കറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത സ്ഥാനമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അദ്ദേഹം 1ാമത്തെ മുസ്ലിമാണ്. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അബൂബക്കർ ഭയന്ന് നിൽക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുവന്നിരിക്കുന്നു ഈ വർത്തമാനം കേട്ടിട്ട്. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും ഫഖുൽതും കദബ്ത. അള്ളാഹു നിങ്ങളിലേക്ക് എന്നെ റസൂലായി നിയോഗിച്ചപ്പോൾ നിങ്ങളെല്ലാം പറഞ്ഞു നീ നുണയാണ് പറയുന്നത്, നീ റസൂലല്ല. എന്നെ അള്ളാഹു റസൂലായി നിയോഗിച്ചപ്പോൾ ആരും അത് ആദ്യം സ്വീകരിച്ചില്ല, എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞു. വഖാല അബൂബക്കർ സ്വദഖ്. അബൂബക്കറാണ് പറഞ്ഞത്, സത്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. വവാസാനി ബിനഫ്സിഹി വമാലിഹി. ആ ഒറ്റപ്പെട്ടു പോയ സമയത്ത് തന്റെ ശരീരം കൊണ്ടും തന്റെ സമ്പത്ത് കൊണ്ടും എനിക്ക് ആശ്വാസം നൽകിയ വ്യക്തിയാണ് അബൂബക്കർ. ഫഹൽ അൻതും താരിഖു ലി സാഹിബി.
നിങ്ങൾ എൻ്റെ സാഹിബിന്, എൻ്റെ ഈ കൂട്ടുകാരന് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലേ എന്നാ ചോദിച്ചത്. 2 വട്ടവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എൻ്റെ കൂട്ടുകാരന് വേണ്ടി വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? ഫമൗദിയ ബഅദഹ, അതിനുശേഷം പിന്നെ എന്താണ്, എനിക്ക് ദ്രോഹങ്ങൾ ഏൽക്കേണ്ടി വന്ന അബൂബക്കർ എനിക്ക് സംരക്ഷണം തന്നതിന് ശേഷം ശത്രുക്കൾക്ക് എന്നെ നേരിട്ട് ദ്രോഹിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ആര് പറയുന്നത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനത്തെ ഒരാൾക്ക് മാപ്പ് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലേ? നബി ദേഷ്യം പിടിച്ചു. അപ്പൊ നബി ദേഷ്യം പിടിച്ചതാ അബൂബക്കർ റളിയല്ലാഹുവിനോടല്ല, ആരോടാണ്? പിന്നെ ഉമറിനോടാണ്. അപ്പൊ ഉമർ റളിയല്ലാഹുവിന് സങ്കടമായി. ഇനി അമ്മാർ ഇബ്നു യാസിർ പറയുന്നു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ മഅഹു ഇല്ലാ ഹംസ, ഞാൻ നബിയുടെ അരികിൽ വരുമ്പോൾ നബിയുടെ കൂടെ 5 പേരല്ലാതെ, ഹംസത്തു അഅ്ബുദിൻ, 5 അടിമകളല്ലാതെ മറ്റാരും നബിയുടെ കൂടെ ഉണ്ടായിരുന്നില്ല. വമ്രഅത്താനി, 2 സ്ത്രീകളും ഉണ്ടായിരുന്നു. വ അബൂബക്കറിൻ, പിന്നെ അബൂബക്കറും ഉണ്ടായിരുന്നു. സ്വതന്ത്രരുടെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ച ആരാണ്? അബൂബക്കറാണ്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരൊക്കെ, അലി റളിയല്ലാഹു അടക്കമുള്ള ആളുകൾ പ്രായം കുറഞ്ഞ കുട്ടികളാണ്. 2 സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഖദീജ ബീവിയാണ്. അപ്പൊ എന്താണ്, അപ്പം ഏറ്റവും ആദ്യത്തിൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് അദ്ദേഹം എന്ന് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഹിജറയെക്കുറിച്ച് നമ്മൾ എടുത്തു പറയണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറക്ക് അനുമതി കിട്ടിയിട്ട് കാത്തിരിക്കുകയാണ്. എന്താ പോകാത്തെന്നറിയാമോ? അബൂബക്കർ റളിയല്ലാഹു കൂടി അനുമതി കിട്ടണം. നബിക്ക് അബൂബക്കറിന്റെ കൂടെ ഹിജറ പോകാനാണ് താല്പര്യം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി കിട്ടിയതിന് ശേഷവും കുറച്ചു ദിവസം കഴിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും അനുമതി കിട്ടിയതിന് ശേഷമാണ് 8 രാപ്പകലുകൾ യാത്ര ചെയ്തെത്തേണ്ട 450 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട മദീനയിലേക്ക് പുറപ്പെടുന്നത്. ബാക്കി ആ ഹിജറയുടെ ചരിത്രം നമുക്കറിയാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെ ആ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുൻതു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഗാർ, ഞാൻ നബിയുടെ കൂടെ ഗുഹയിലായിരുന്നു, സൗർ ഗുഹയിലാണ്. ഫ റഫഅതു റഅസി, ഞാൻ എൻ്റെ തലയൊന്ന് പൊക്കി നോക്കി. ആ ഗുഹയിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ തല ഉയർത്തി നോക്കി. ഫൈദൻ അന ബി അഖ്ദാമിൽ ഖൗം, അപ്പോൾ ഞാൻ ഇരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ശത്രുക്കളുടെ കാൽപാദങ്ങൾക്കിടയിലാണ്. എന്നാൽ അവിടെയും കാല് ഇവിടെയും കാല്, അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇരിക്കുന്നത്. അദ്ദേഹം പറയാം, ഫഖുൽതു, ഞാനപ്പോൾ പറഞ്ഞു, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ലൗ അന്ന ബഅദഹും തഅത ബസറഹു റആന, ആ കാലുകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, അവരാരെങ്കിലും ഒന്ന് ഇങ്ങനെ താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണും. താഴോട്ട് നോക്കിയാൽ അവർ നമ്മളെ കാണും. ഖാല, അപ്പൊ നബി പറഞ്ഞു, ഉസ്കുത്, മിണ്ടരുത്, ശബ്ദിക്കണ്ട. യാ അബൂബക്കർ, അബൂബക്കറെ മിണ്ടരുത്. ഇസ്നാനി, നമ്മൾ 2 ആൾ മാത്രമല്ല, അല്ലാഹു സാലിസുഹുമാ, ഈ 2 ആൾക്ക് മൂന്നാമനായിട്ട് ആരുണ്ട്? ഖുർആൻ ഈ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. മൂന്നാമനായി അള്ളാഹു ഉണ്ട് എന്ന് തന്നെ ഈ വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് സംസാരിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് അദ്ദേഹത്തിന്റെ ഹിജറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗമാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ അറിവ്, അത് പ്രത്യേകം എടുത്തംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ സഈദിൽ നിന്ന് നിവേദനം, ഖതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖുത്ബ പറഞ്ഞു. അതിൽ അദ്ദേഹം പറയാണ്, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വബൈന മാ ഇൻദഹു, അല്ലാഹു ഒരു അടിമക്ക് ദുനിയാവിലും അള്ളാഹുവിന്റെ അരികിലുള്ളതിലും തെരഞ്ഞെടുക്കാൻ ഒരു ചാൻസ് കൊടുത്തു. ഒന്നുകിൽ നീ ദുനിയാവ് എടുത്തോ, അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള സ്വർഗം എടുത്തോ. ഫഖ്താറ ദാലികൽ അബ്ദു മാ ഇൻദല്ലാഹ്, അപ്പോൾ ആ അടിമ ദുനിയാവ് വേണ്ട, അള്ളാഹുവിന്റെ അരികിലുള്ളത് മതി എന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്തു. ഖാല, അബൂ സഈദ് ഖുദരി പറയാണ്, ആ വാക്ക് കേട്ടപ്പോൾ ഫബക അബൂബക്കർ, അബൂബക്കർ കരഞ്ഞുപോയി. ഫഅജിബ്നാ ലിബുകാഇഹി, അബൂബക്കർ കരയുന്നത് കണ്ട് ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു. അൻ യുഖയ്യിറ റസൂലുള്ളാഹി അൻ അബ്ദിൻ ഖുയ്യിർ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അടിമയെക്കുറിച്ച് റസൂലുള്ള പരാമർശിച്ചപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ അബൂബക്കർ കരഞ്ഞത്? ഫകാന റസൂലുള്ളാഹി ഹുവൽ മുഖയ്യിർ വകാന അബൂബക്കർ അഅലമന, മനസ്സിലായില്ലേ? അബൂബക്കറാണ് അത് എന്ന് അദ്ദേഹം നമുക്ക് അറിയിച്ചു. ആരാണ്? നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. തന്റെ സ്വത്ത് മുഴുവൻ തബൂക്കിന്റെ സമയത്ത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സദഖ കൊടുത്ത വ്യക്തിയാണ് ആര്? അള്ളാഹുവിന്റെ അരികിലുള്ളത് മാത്രം മതി എനിക്ക്, സ്വത്ത് മുഴുവൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു നമ്മൾ ആ മത്സരത്തെക്കുറിച്ച് നമ്മൾ കേട്ട് കാണും. ഒരിക്കലെങ്കിലും എനിക്ക് അബൂബക്കറിന്റെ മുന്നിലെത്തണം എന്ന ആഗ്രഹത്തിലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്ന് ഞാൻ എൻ്റെ സ്വത്തിന്റെ പകുതി ഞാൻ ഈ യുദ്ധത്തിലേക്ക് സദഖ തന്നിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പകുതിയല്ല കൊടുത്തത്, എത്ര കൊടുത്തത്? മുഴുവനുമാണ് കൊടുത്തത്. അപ്പോഴാണ് അബൂ ഉമർ പറയുന്നത്, എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. ഇത് അദ്ദേഹത്തിന്റെ
വലിയ ഒരു സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അമന്നന്നാസി അലയ്യ ഫീ സുഹ്ബത്തിഹി വ മാലിഹി, സഹവാസം കൊണ്ടും ധനം കൊണ്ടും എനിക്ക് ഏറ്റവും സംരക്ഷണം, സുരക്ഷിതത്വം നൽകിയ വ്യക്തി സ്വഹാബികളിൽ ആരാണെന്നറിയാമോ? അബൂബക്കർ. അത് അബൂബക്കറാണ്. വലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ഗൈറ റബ്ബി ലത്തഖദ്തു അബൂബക്കറിൻ ഖലീല. എന്റെ റബ്ബിന് ശേഷം ഒരു കൂട്ടുകാരനെ ഞാൻ സ്വീകരിക്കുകയായിരുന്നെങ്കിൽ അബൂബക്കറിനെ ഞാൻ ഖലീലായി സ്വീകരിച്ചേനെ. ഖലീൽ എന്നുള്ളത് സാമാന്യതയിൽ നിന്ന് പ്രത്യേകതയുള്ള ഒരു പദവിയാണ്. ആ ഒരു ഖലീലുല്ലാഹി ഇബ്രാഹിം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു പദവിയിൽ ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കുമായിരുന്നു. വലാക്കിൻ, എന്നാൽ ഇപ്പോൾ ആ പദവിയില്ല. മനുഷ്യർക്കിടയിൽ നമുക്ക് ആ പദവി സ്വീകരിക്കാൻ നിവൃത്തിയില്ല. അള്ളാഹുമായി സ്വീകരിക്കുന്ന പദവിയാണ് ഖലീൽ. അതുകൊണ്ട് ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയാണ്, പിന്നെ മുഹമ്മദ് നബിയാണ്. വലാക്കിൻ, ഇപ്പോൾ ഉള്ളത് ഉഖുവത്തുൽ ഇസ്ലാം വ മവദ്ദത്തുഹു, ഇസ്ലാമിന്റെ സാഹോദര്യവും സ്നേഹബന്ധവുമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ എനിക്ക് അബൂബക്കർ എന്റെ സഹോദരനാണ്, എനിക്ക് പ്രിയപ്പെട്ട എന്റെ ഹബീബാണ്. ലാ യബ്ഖയന്ന ഫിൽ മസ്ജിദ് ബാബുൻ ഇല്ലാ സുദ്ദ, എന്റെ പള്ളിയിൽ ഒരൊറ്റ വാതിലും അടച്ചിടാതെ വെക്കരുത്, എല്ലാ വാതിലും അടയ്ക്കാൻ വേണ്ടി നബി കൽപ്പിച്ചു. ഇല്ലാ ബാബ അബീബക്കർ, അബൂബക്കർ താൻ വീട്ടിൽ നിന്ന് കയറി വരുന്നൊരു വാതിലുണ്ട്. ആ വാതിലാണ് പള്ളിയുടെ പ്രധാന കവാടമായി തുറക്കപ്പെട്ടത്. അതൊഴിച്ച് ബാക്കി എല്ലാ വാതിലുകളും അടയ്ക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കൽപ്പിച്ചത് സ്വഹീഹുൽ ബുഖാരിയിൽ ഫളായിലു സഹാബ എന്ന് പറയുന്ന അധ്യായത്തിൽ ഖൗലു നബി സുദ്ദുൽ അബ്വാബ്, വാതിലുകൾ അടച്ചിടുവിൻ അബൂബക്കറിന്റെ വാതിൽ ഒഴികെ എന്ന് പറയുന്ന അധ്യായം എന്ന് പറയുന്ന 3654 നമ്പർ ഹദീസിൽ നമുക്ക് ഈ സംഭവം കാണാനായിട്ട് സാധിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ഏറ്റവും അടുത്ത സഹവാസം തന്നെയാണ് മറ്റു സ്വഹാബികളിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് തന്നെ വേറിട്ട് എപ്പോഴും നബിയുടെ കൂടെ ഉണ്ടാകും. നബിയുടെ സംരക്ഷണം, നബിക്ക് ഒരുപാട് എതിരാളികളും ശത്രുക്കളും ഒക്കെ ഉള്ളതാണ്. അപ്പൊ ആദ്യം നബിയെ പ്രൊട്ടക്ട് ചെയ്യാൻ മുന്നിൽ ആരുണ്ടാകും? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നബിയുടെ വഫാത്തിന്റെ സമയത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിർത്തപ്പെട്ടതും അതേപോലെ അടുത്ത ഖലീഫയാകണമെന്ന് സൂചിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും പദപ്രയോഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്, വഖദ് സുഇല അൻ അശദ്ദി മാ സനഅൽ മുശ്രികൂന ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ മുശ്രിക്കുകൾ നബിയോട് ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളിൽ ഏറ്റവും രൂക്ഷമായ ചില പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നത് ചോദിക്കപ്പെട്ടു. റഅയ്തു ഉഖ്ബത ബിൻ അബി മുഅയ്ത്ത്, അപ്പൊ അദ്ദേഹം പറയാണെന്ത്, ഞാൻ ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്ത്, നബിയോട് ഒരാൾ ചോദിച്ചു നിങ്ങളെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് സഹിച്ചപ്പോഴാണ്. ഒരാളെ പേര് പറയാം, ഖുർആൻ തന്നെ ആക്ഷേപിച്ച വ്യക്തിയാണ്. എന്താ പേര്? ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്ത്. അയാൾ ഒരിക്കൽ ജാഅ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അരികിലേക്ക് വന്നു. വഹുവ യുസല്ലി, നബി നിസ്കരിക്കുമ്പം ഫവളഅ റിദാഅൻ ഫി ഉനുഖിഹി, അയാളുടെ ഒരു പരിക്കൻ മുണ്ട് നബിയുടെ കഴുത്തിലിട്ടു. ഫഖനഖഹു ബിഹി ഹൻഖൻ ശദീദ, എന്നിട്ട് ആ കഴുത്ത് മുറുക്കി. നബിയെ മുണ്ടിട്ട് മുറുക്കി കൊല്ലാൻ നോക്കിയ ശൈത്താൻ ആരാണ്? ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്ത്. അദ്ദേഹം അങ്ങനെ ചെയ്തു. ഫജാഅ അബൂബക്കർ, ആ നേരത്താണ് അബൂബക്കർ വന്നത്. ഹത്താ ദഫഅഹു അൻഹു, അദ്ദേഹത്തെ തള്ളിയിട്ടു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞ ഒരാളെയാണോ നീ കൊല്ലാൻ നോക്കുന്നത്? വഖദ് ജാഅകും ബിൽ ബയ്യിനാത്തി മിർ റബ്ബിക്കും, നിങ്ങളുടെ എല്ലാം റബ്ബിൽ നിന്ന് തെളിവുകളുമായി വന്ന ഒരാളെയാണോ നിങ്ങൾ കൊല്ലാൻ നോക്കുന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചിട്ട് ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്തിന്റെ വധശ്രമത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷപ്പെടുത്തിയത് അബൂബക്കർ. എന്നാൽ എപ്പോഴും കൂടെ ഒരാൾ ആക്രമിക്കാൻ വരുമ്പോഴേക്കും എവിടെന്നെങ്കിലും ഓടിയെത്താൻ അത്രയും നബിയെ ശ്രദ്ധിച്ചുകൊണ്ട് നിഴല് പോലെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിത്വമാണ് അബൂബക്കർ അസ്സദീഖ് റളിയല്ലാഹു അൻഹു. ഇതും സ്വഹീഹുൽ ബുഖാരി, നേരത്തെ ഞാൻ പറഞ്ഞ അതേ അധ്യായത്തിൽ തന്നെ, കിതാബു ഫളായിൽ സ്വഹാബ എന്ന അധ്യായത്തിൽ തന്നെ ഈ ഒരു വിഷയവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബിയുമായിട്ടുള്ള ബന്ധം. അദ്ദേഹം എന്തുകൊണ്ട് ഹിജറയിലേക്ക് അടുപ്പിക്കപ്പെട്ടു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്കിന്ന് പഠിക്കാനുള്ള ഒരു വിഷയം കൂടി എന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബൈഅത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷങ്ങളാണ്. അദ്ദേഹത്തിന്റെ ബൈഅത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഫളലുകൾ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ റമദാൻ മാസത്തിൽ നമ്മൾ പഠിച്ചൊരു ഹദീസ് ഉണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യാണ് റളിയല്ലാഹു അൻഹു, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി പറയുന്നതായിട്ട് ഞാൻ കേട്ടു, മൻ അൻഫഖ സൗജൈനി മിൻ ഷൈഇൻ മിനൽ അശ്യാഇ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏതെങ്കിലും 2 കാര്യം ചെലവഴിച്ചാൽ, ഒരു ദിവസം 2 സദഖ അല്ലെങ്കിൽ 2 പ്രവർത്തനം, ഫർളുകൾ കൂടാതെ ഒരു 2 സുന്നത്തായ കാര്യങ്ങൾ കൂടി ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ദുഇയ മിൻ അബ്വാബ് അൽ ജന്ന,
അദ്ദേഹം സ്വർഗത്തിന്റെ വാതിലുകളിലൂടെ വിളിക്കപ്പെടും. യാ അബ്ദല്ലാ ഹാദാ ഖൈർ, ഇത് നീ ചെയ്ത നന്മയാണ് എന്ന് പറയും. ഒരാൾ സുന്നത്ത് നിസ്കാരമാണ് നിർവഹിച്ചെങ്കിൽ ഫമങ്കാന മിൻ അഹ്ലി സ്വലാ ദുഇയ മിൻ ബാബി സ്വലാ, ബാബു സ്വലാത്തിലൂടെ അയാൾ വിളിക്കപ്പെടും. വമൻകാന മിൻ അഹ്ലിൽ ജിഹാദ് ദുഇയ മിൻ ബാബിൽ ജിഹാദ്, ജിഹാദ് ചെയ്യുന്ന ആളാണെങ്കിൽ ജിഹാദിന്റെ വാതിലൂടെ വിളിക്കപ്പെടും. വമൻകാന മിൻ അഹ്ലി സദഖ ദുഇയ മിൻ ബാബി സദഖ, സക്കാത്തും സദഖയും കൊടുക്കുന്നവനാണെങ്കിൽ ബാബു സദഖയിലൂടെ വിളിക്കപ്പെടും. വമൻകാന മിൻ അഹ്ലി സിയാം ദുഇയ മിൻ ബാബി സിയാം വബാബി റയ്യാൻ, ബാബു സിയാം അല്ലെങ്കിൽ ബാബു റയ്യാൻ എന്നറിയപ്പെടുന്ന വാതിലൂടെ അവൻ വിളിക്കപ്പെടും. ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, മാ അലാ ഹാദല്ലദീ യുദ്ആ മിൻ തിൽക്കൽ അബ്വാബ് മിൻ ലറൂറ, എല്ലാ വാതിലുടെയും വിളിക്കപ്പെടാൻ നിർബന്ധമായി വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? എല്ലാ വാതിലൂടെയും പേര് വിളിക്കപ്പെടാൻ ഈ യോഗ്യതകളൊക്കെയുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? വഹൽ യുദ്ആ മിൻഹാ കുല്ലിഹ അഹദുൻ യാ റസൂലല്ലാഹ്, ഒരാളെങ്കിലും ഉണ്ടാകുമോ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഉണ്ട്. വഅർജു അൻ തകൂന മിൻഹും യാ അബൂബക്കർ, അബൂബക്കറെ താങ്കൾ അതിൽ ഉൾപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി വ്യക്തമായി പറഞ്ഞൊരു ഹദീസാണ്. 8 വാതിലുകളിൽ വിളിക്കപ്പെടുന്ന സ്വഹാബിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ബിസ്മില്ലാ. ഇനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ട ആ സംഭവം അതുകൂടി നമുക്കൊന്ന് വായിക്കാം. അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു സുൻഹ് അല്ലെങ്കിൽ അവാലി എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരിക്കുമ്പോഴാണ്, കച്ചവടാവശ്യാർത്ഥമോ മറ്റോ അവിടെ ആയിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണമടയുന്നത്. നബി മരിക്കുന്ന സമയത്ത് തൊട്ടടുത്തില്ല. അങ്ങനെ ആ വിവരം പരസ്യമായി അത് അറിഞ്ഞ ഉടനെ അബൂബക്കർ റളിയല്ലാഹു ഓടിയെത്താണ്. അത് മനസ്സിലായി. ജാഅ അബൂബക്കറിന്റെ സിദ്ദീഖ് മിന സുൻഹി ഫകശഫ അൻ വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖബ്ബല ബൈന ഐനൈഹി. അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണവാർത്ത അറിഞ്ഞെത്തി. അദ്ദേഹത്തിന്റെ മുഖത്ത് മൂടിയിരുന്ന വസ്ത്രം തുറന്ന് 2 കണ്ണുകൾക്കിടയിൽ നെറ്റിയിൽ എന്ത് ചെയ്ത് ചുംബിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, ബി അബി അൻത വ ഉമ്മി, അത് അറബികൾ ഒരു സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും അങ്ങേക്ക് തെണ്ടമായിരിക്കട്ടെ. ത്വയ്ബത ഹയ്യൻ വ മയ്യിത, ജീവിച്ചിരിക്കുമ്പോൾ താങ്കൾ വിശിഷ്ട വ്യക്തിത്വമായിരുന്നു, മരണപ്പെട്ട സമയത്തും താങ്കൾ വിശിഷ്ട വ്യക്തിത്വം തന്നെയാണ്. അതും പറഞ്ഞ് അദ്ദേഹം ചുംബിക്കുകയും വഖത്ത റസൂലല്ലാഹി, പിന്നെ വീണ്ടും ആ തുണിയെടുത്ത് മുഖം മൂടുകയും സുമ്മഖാമ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ എഴുന്നേറ്റു. ഫസഇദൽ മിമ്പർ, അദ്ദേഹം മിമ്പറിലേക്ക് കയറി. അപ്പോൾ ഒരു നിർണായക സമയത്ത് ഒരു ഉത്തരവാദിത്തം ഒരാൾ പറയാതെ ഏറ്റെടുക്കണം. അതിന് പ്രാപ്തിയും പക്വതയും അദ്ദേഹത്തിനുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം. കാരണം സഹാബികളാകെ പതറിപ്പോയി. മദീനയിൽ ഇരുട്ട് വീണു എന്നാ ചില ഹദീസുകൾ ഉപയോഗിച്ച വാക്ക്. മദീന ഇരുട്ടിലായി എന്നാൽ ഇരുട്ടുണ്ടായിട്ടല്ല, പട്ടാ പകലും വെളിച്ചല്ല. എന്താ കാരണം? അവർക്കങ്ങനെ കാണുന്നില്ല. നബി മരിച്ചത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സ്വന്തം മാതാപിതാക്കളെക്കാൾ അവർ സ്നേഹിക്കുന്ന ആരായിരിക്കും? യാതൊരു സംശയമില്ല, ഏതൊരു മുഅ്മിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം. അപ്പോൾ നബിയെ ഇന്നലെ വരെ നേരിൽ കണ്ട ആളുകൾ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നറിയുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. ചിലർ മരിച്ചു എന്ന് വിശ്വസിക്കുന്നില്ല. ഇപ്പൊ എണീറ്റ് വരുമായിരിക്കും, കിടക്കായിരിക്കും, അസുഖമായിരിക്കും എന്നേ അവർ കരുതി. അസുഖം കുറച്ച് കൂടിപ്പോയതായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് അദ്ദേഹം മരണപ്പെട്ടു എന്നത് അംഗീകരിക്കാൻ വൈമനസ്യം കാണിച്ച് ധാരാളം ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുണ്ട്. എല്ലാവരും ഇങ്ങനെ പതറി, എന്ത് ചെയ്യണം, ആർക്കെന്താ പറയേണ്ടതെന്നറിയില്ല, ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ സമയത്താണ് വളരെ ധീരമായി അബൂബക്കർ റളിയല്ലാഹു അൻഹു മിമ്പറിലേക്ക് കയറും. ഫഖാല, അദ്ദേഹം പ്രസ്താവിച്ചു, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചതെങ്കിൽ മുഹമ്മദ് ഇതാ മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫഇന്ന അല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ മരിക്കുകയില്ല. എന്നിട്ട് ആയത്തോതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് ഒരു റസൂൽ അല്ലാതെ മറ്റാരുമല്ല. ഖദ് ഖലതു മിൻ ഖബ്ലിഹി റുസുൽ, തന്റെ മുമ്പും റസൂലുമാരൊക്കെ കടന്നുപോയിട്ടുണ്ട്. അഫ ഇമ്മാത്ത, ആ റസൂൽ മരിക്കുകയാണെങ്കിൽ, ഔ ഖുതില, അല്ലെങ്കിൽ വധിക്കപ്പെടുകയാണെങ്കിൽ, ഇൻഖലബതും അലാ അഅഖാബിക്കും, നിങ്ങൾ പുറംകാല് കൊണ്ട് തിരിഞ്ഞു പോവുകയോ. ചില ആളുകൾക്ക് ഇസ്ലാം തന്നെ വിട്ടു, മുർത്തത്തായി പോയി. നബി മരിച്ചു എന്ന് വാർത്ത കേട്ടപ്പം നബി ഇല്ലെങ്കിൽ എന്ത് ഇസ്ലാം എന്ന് ചോദിച്ചു പോയ ആൾക്കാരുണ്ടായി. വമൻ യൻഖലിബു അലാ അഖിബൈഹി, ആരെങ്കിലും പുറംകാല് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് തിരിഞ്ഞു പോയാൽ ഫലൻ യദുറല്ലാഹ ശൈആ, ആ പോയവൻ അള്ളാഹുവിന് ഒരു ദോഷവും വരുത്തുകയില്ല. വസയജ്സില്ലാഹു ശാകിരീൻ, നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകും. തിരിഞ്ഞു പോകുന്നവർക്കല്ല, മുർത്തദ്ദുകൾക്കല്ല, ഉറച്ചു നിൽക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു പ്രതിഫലം നൽകുക എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു. ഈ ആയത്തങ്ങ് ഓതി. ഈ ആയത്ത് ഓതിയതോടുകൂടി ജനങ്ങൾ കരയാനും
ശബ്ദം പുറപ്പെടുവിക്കാനും ഒക്കെ തുടങ്ങി. പിന്നെ കേൾക്കുന്നത് അങ്ങാടിയിലൂടെ നടക്കുന്നവരൊക്കെ ഈ ആയത്ത് അന്ന് ഇറങ്ങിയ മാതിരി പുതിയ ആയത്ത് വന്ന് അവർ ഓതും, അതുപോലെ ഓതുകയാണ്. മാർക്കറ്റിലൊക്കെ എന്താണ് വഖറജ അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബിശ്ശവാരിഅ യുറദ്ദിദൂന ഹാദിഹിൽ ആയ. ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഓതിയിട്ട് നബി മരിച്ചു എന്ന് അവരെ തന്നെ ഉറപ്പിക്കാൻ, വരുന്നവർക്കൊക്കെ ഉറപ്പിച്ചു കൊടുക്കുക നബി മരിക്കും, ഒരു നബിയെ മരിക്കാതെ പോയിട്ടില്ല എന്ന് പറയുന്ന ആ ആയത്ത് അദ്ദേഹം ഓതി കേൾപ്പിച്ചു മിമ്പറിൽ വെച്ച്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആയത്ത് കേട്ട സ്വഹാബികൾ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി തെരുവിലൊക്കെ ഈ ആയത്തുകൾ ഓതുന്നു. യഖൂലു അനസ് റളിയല്ലാഹു പറയാണ് വകഅന്നനാ ലം നസ്മഅഹാ ഇല്ലാ ഫീ ദാലിക്കൽ വഖ്ത്. ആ ആയത്ത് അന്നേരമല്ലാതെ ഞങ്ങൾ കേൾക്കാത്തതുപോലെയുണ്ട്. ആ ആയത്തിന്റെ ശരിക്കും ഞങ്ങളെ മനസ്സിലേക്ക് പതിഞ്ഞ സമയം അതാണ്. ആയത്തിനെപ്പറ്റി മുമ്പേ പഠിപ്പിച്ചതും അവർ ഓതിയതൊക്കെയാണ്, പക്ഷെ അവരുടെ മനസ്സിലത് തങ്ങിയത് അപ്പോഴാണ് ആയത്തിറങ്ങിയത്. അതിനു മുമ്പ് ആയത്തിറങ്ങിയിട്ടില്ലാത്തതുപോലെ ആയിരുന്നു. മാ അന്നൽ ഖുർആന ഖദ് കമുല ഫീ സമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അവർ പറഞ്ഞാ റസൂലുള്ളാഹിന്റെ കാലത്ത് ഖുർആൻ പൂർത്തിയായിട്ടുണ്ട്, എന്നിട്ടും ആ ആയത്ത് അന്നേരം ഇറങ്ങിയതാണ് എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ടായി. അവരുടെ മേൽ അത് പുതിയ ആയത്ത് പോലെയായിരുന്നു. കഅല്ലം യസ്മഉഹാ ഖബല, അത് മുമ്പ് അവർ കേൾക്കാത്തതുപോലെയാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി. യഥാർത്ഥത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടുവോ എന്ന് സംശയിക്കുന്ന ആളുകളുടെ സംശയം ദൂരീകരിക്കുന്ന വിധത്തിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യ നിർണായകമായ ഒരു സമയത്ത് ഒരു സ്റ്റാൻഡ് കൈക്കൊണ്ടു. അവിടുത്തെ ആ അസ്വസ്ഥതകളും ആശയക്കുഴപ്പങ്ങളൊക്കെ നീങ്ങി. എല്ലാവരുടെ പ്രശ്നവും എന്ത് ചെയ്തു? അവിടെ മാറി. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവ്വാം, നേരത്തെ പറഞ്ഞില്ലേ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, പിന്നെ ഇവരെല്ലാവരുമാണ് നബിയെ കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും ഒക്കെ ഒരുങ്ങിയത്. മനസ്സിലായില്ലേ? ഈ മൂന്നാളുകൾ, ആ മൂന്നാളുകൾ നബിയോട് അടുത്ത ബന്ധമുള്ള കസിൻസാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് നബിയുടെ പിതൃവ്യപുത്രനാണ്, അലി റളിയല്ലാഹു നബിയുടെ പിതൃവ്യപുത്രനാണ്. സുബൈർ ബിൻ അവ്വാമും അതേപോലെ തന്നെ. അപ്പൊ നബിയുടെ അമ്മായിയുടെ മകനാണ്. അപ്പൊ നബിയുടെ കസിൻസാണ് നബി എന്ത് ചെയ്യുന്നത്? കുളിപ്പിക്കുന്നത്. എന്നിട്ടോ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അതേപോലെ തന്നെ റസൂലുള്ളാഹിയുമായി ഏറ്റവും അടുപ്പമുള്ള മറ്റു രണ്ട് കസിൻസ്, ഇവര് കുളിപ്പിക്കുന്ന പ്രവർത്തനം ഏറ്റെടുക്കുന്ന ഇതേ സമയത്ത് ബനൂ സായിദയുടെ ഹാൾ എന്ന് പറയുന്ന ഹാളിൽ വെച്ചാണ് നബിയുടെ പിൻഗാമി ആരായിരിക്കണമെന്ന് ചർച്ച നടക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഈ ചർച്ച വായിച്ചാൽ അരമണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റ് കൊണ്ട് നടക്കാവുന്ന പ്രോസസ്സേ ഉള്ളൂ. ഇതേ സമയത്ത് അവിടെ ചർച്ചകൾ നടക്കും. ഇവർ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് തന്നെ അൻസാറുകൾ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? ബനൂ സായിദയുടെ ഹാളിൽ ചേർന്നിട്ടുണ്ട്. അവിടെ നടന്ന പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. കേട്ട കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതേ സംഭവം യഥാർത്ഥത്തിൽ ബുഖാരിയും മുസ്ലിമും കൃത്യമായി ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് ബുഖാരി മുസ്ലിം ഈ വിഷയത്തെക്കുറിച്ച് ഉദ്ധരിച്ചത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പരിശോധിക്കുന്നത്. അത് മാത്രം നമുക്ക് വായിക്കാം. കാരണം താരിഖ് ഗ്രന്ഥങ്ങളിൽ, പൂർവികമായ താരിഖ് തബരി അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ അബൂ മിഖ്നഫിന്റെ ചില റിപ്പോർട്ടുകൾ അതിൽ വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിലൊക്കെ അധികാരത്തിനു വേണ്ടി അൻസാറുകളും മുഹാജിറുകളും മത്സരിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും വാദങ്ങൾ നടത്തിയതുമായ ചില പദപ്രയോഗങ്ങൾ സ്വഹാബികളിൽ നിന്ന് അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നൊരു പക്ഷേ നമ്മൾ സംശയിച്ചു പോകുന്ന ചില പദപ്രയോഗങ്ങളൊക്കെ ഉണ്ടായതായി. എന്നാൽ സത്യം പറയുന്നതിനിടക്ക് ചില കള്ളങ്ങൾ കൂട്ടിച്ചേർക്കുക, അതാണ് ഷിയാക്കൾ എഴുത്തിന്റെ രീതി. ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തുന്ന ഒരു രീതിയാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇമാം ബുഖാരി പറയുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് റിപ്പോർട്ടാണ്. കാലത്ത് അവർ പറയാണ്, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ മാത, നബി മരണപ്പെട്ടപ്പോൾ ഇജ്തമഅത്തിൽ അൻസാറു ഇലാ സഅദ് ബിൻ ഉബാദ, സഅദ് ബിൻ ഉബാദയുടെ അരികിലൊക്കെ അൻസാറുകൾ ഒരുമിച്ചു. ഫി സഖീഫത്തി ബനി സായിദ, സഅദ് ബിൻ ഉബാദ അൻസാറുകളുടെ നേതാവാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹകാരികളുമെല്ലാം ബനൂ സായിദയുടെ ഓഡിറ്റോറിയത്തിൽ ഹാളിൽ ഒരുമിച്ചുകൂടി. ഫഖാലു, അവർ പറഞ്ഞു, മിന്ന അമീറുൻ വമിൻകും അമീർ, ഞങ്ങളിൽ നിന്ന് ഒരു നേതാവ്, നിങ്ങളിൽ നിന്നൊരു നേതാവ്. അതായത് ഇനി ഭരണം രണ്ടാള് പങ്കിടട്ടെ, ഒരു ഭാഗത്ത് ഒരാളും മറ്റൊരു ഭാഗത്ത് മറ്റൊരാളും ഭരിക്കട്ടെ. മനസ്സിലായില്ലെങ്കിൽ, ഞങ്ങൾ മദീനക്കാരിൽ നിന്ന് ഒരു ഖലീഫ, മക്കക്കാരിൽ മുഹാജിറുകളിൽ നിന്ന് ഒരു ഖലീഫ, അൻസാർ എന്നാണ് അവർ പറഞ്ഞത്. അതൊന്നും തർക്കമല്ല, മസ്ലഹത്തല്ലേ. രണ്ടു കൂട്ടരുണ്ടെങ്കിൽ പിന്നെ ആളുകൾ പരസ്പരം തർക്കിക്കാൻ പറ്റില്ല. അപ്പൊ നല്ല നിലക്കുള്ളൊരു അഭിപ്രായമാണ് സഅദ് പറഞ്ഞിരിക്കുന്നത്. ഫദഹബ ഇലൈഹിം അബൂബക്കർ വ ഉമർ വ അബൂ ഉബൈദ. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഈ ചർച്ചയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നത്. ഫദഹബ ഉമർ യതകല്ലം, ഉമർ റളിയല്ലാഹു അൻഹു എണീറ്റ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഫഅസ്കതഹു അബൂബക്കർ. മനസ്സിലായില്ലേ?
എന്താണ്? പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഉമർ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് വകാന ഉമർ യഖൂൽ, അല്ല, ആളുകളോട് മിണ്ടാതിരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഉമർ സംസാരിക്കട്ടെ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയാണെന്ത്? വല്ലാഹി മാ അറത്തു ബിദാലിക ഇല്ലാ അന്നി ഖദ് ഹയ്യഅതു കലാമൻ ഖദ് അഅജബനി ഖശീതു അല്ലാ യബ്ലുഹു അബൂബക്കർ ثم تكلم أبو بكر فتكلم أبلغ الناس فقال في كلامه نحن الأمراء وأنتم الوزراء. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ അറത്തു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് എന്താ പറയുന്നത്? എനിക്ക് ഒരു സംസാരത്തിന് ആരംഭം കുറിക്കണമെന്ന് മാത്രം. ഞാൻ സംസാരിക്കാൻ നിൽക്കല്ല. അബൂബക്കർ പറഞ്ഞു ഉമർ സംസാരിക്കട്ടെ. ഉമർലാന് പറയാൻ ഞാൻ സംസാരിക്കല്ല, ഞാനൊരു ആമുഖം പറയണം, ഒരു സ്വാഗതം പറയുകയൊക്കെ ചെയ്യും. തുടക്കം ഒരു ഹയ്യത്ത്, ഒരു ഒരുക്കം. ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഇനി ഇവിടെ അടുത്ത അധികാരത്തിന്റെ കീഴിൽ ഒരു അഭിപ്രായം വന്നല്ലോ, ഇതുപോലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു, ഇത് എങ്ങാനും മറ്റെന്തെങ്കിലും ഒരവസ്ഥയിലേക്ക് എത്തുമോ എന്ന ഒരു ഭയം എനിക്കുള്ളത് കൊണ്ട് ആമുഖമായി ഞാൻ സംസാരിക്കാൻ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് നിങ്ങളോട് സംസാരിക്കുക, അബൂബക്കർ സംസാരിക്കും എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ അബൂബക്കർ അദ്ദേഹത്തിന്റെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കിൽ ചില കുറഞ്ഞ പദപ്രയോഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുള്ളൂ. അതിലൊരു വാക്ക് നഹ്നുൽ ഉമറാ വ അൻതുമുൽ വുസറ. മുഹാജിറുകളാണ് അമീറുമാർ, അൻസാറുകൾ വസീറുമാരാണ്, സഹകാരികൾ. അത് നബിയുടെ ഒരു വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം അൽ അഇമ്മത്തു മിൻ ഖുറൈശ്, ഇമാമുകൾ ഉണ്ടാകേണ്ടത് ഖുറൈശികളിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾക്കല്ല അമീറാകാൻ, ഞങ്ങളിൽ നിന്നൊരു അമീർ നിങ്ങളിൽ നിന്നൊരു അമീർ എന്നല്ല അവർ പറഞ്ഞത്. അങ്ങനെയല്ല, അമീർ ഞങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഖുറൈശികളിൽ നിന്ന്. വസീർ എന്ന് പറഞ്ഞാൽ അവരുടെ ഗവർണർമാരായിട്ടും സഹകാരികളായിട്ടും ഉണ്ടായിരിക്കുന്നത് ആരാണ്? അൻസാറുകളാണ്. അങ്ങനെയാണ് വേണ്ടത്. നഹ്നുൽ ഉമറാഉ വ അൻതുമുൽ വുസറാ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമയത്ത് പറഞ്ഞു. അപ്പൊ ഹുബാബ് ബിൻ മുൻസിർ പറഞ്ഞില്ല, വല്ലാഹി ലാ നഫൽ, അത് ഞങ്ങൾ ചെയ്യൂല. മിന്ന അമീറുൻ വ മിൻകും അമീർ, ഞങ്ങൾക്ക് ഇവിടെ നേരത്തെ സഅദ് പറഞ്ഞ പോലെ ഞങ്ങളെടുത്തുന്ന ഒരു അമീർ ആയിരിക്കട്ടെ, നിങ്ങളെടുത്തുന്നതായിരിക്കട്ടെ ഒരു അമീർ ആയിരിക്കട്ടെ. അപ്പൊ അബൂബക്കർ പറഞ്ഞില്ല, അത് ശരിയാവില്ല. വലാക്കിന്നൽ ഉമറാ വ അൻതുമുൽ വുസറാ, ഞങ്ങളിൽ നിന്ന് അമീറുമാർ, നിങ്ങൾ വസീറുമാർ. വസീർ എന്ന മന്ത്രി, പിൻബലം നൽകേണ്ട ആൾ. ഹും ഔസത്തുൽ അറബി ദാറൻ, ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ അറബികളിൽ മധ്യമമായ ഭവനമുള്ളവരാണ്. വഅഅ്സുഹും അഹ്സാബൻ, ഏറ്റവും ശക്തമായ കുടുംബ പാരമ്പര്യമുള്ളവരാണ്. ബായഉ ഉമർ ഔ അബാ ഉബൈദ, ബായിഉ ഉമറ ഔ അബാ ഉബൈദ. അതുകൊണ്ട് ഖുറൈശികളിൽപ്പെട്ട രണ്ട് പ്രമുഖർ ഇവിടെ നിൽപ്പുണ്ട്, ഇവർക്ക് നിങ്ങൾ ബൈഅത്ത് ചെയ്യണം. ഖുറൈശികളാണ് അധികാരം നടത്താൻ പാരമ്പര്യം കൊണ്ടും യോഗ്യതയുള്ളവർ, അതേപോലെ അറബികളിൽ അതിന് ലക്ഷണമൊത്തവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാമർശം അവർക്ക് അനുകൂലമായിട്ടാണ് ആ വിഷയത്തിലുള്ളത്. അതുകൊണ്ട് ഇവിടെ രണ്ട് ഖുറൈശികൾ എന്റെ അരികിൽ നിൽക്കുന്നു. ഒന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നുണ്ട്, അപ്പുറത്ത് അബൂ ഉബൈദത്തുൽ ജറാഹ് ഉണ്ട്. ഈ രണ്ടിലൊരാൾക്ക് നിങ്ങൾ ബൈഅത്ത് ചെയ്യണം. ആരാ പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖുറൈശിയായിട്ടുള്ള ഒന്നുകിൽ ഉമറിന് നിങ്ങൾ ബൈഅത്ത് ചെയ്യണം, അല്ലെങ്കിൽ മുതിർന്ന അമീനുൽ ഉമ്മ എന്നറിയപ്പെടുന്ന സ്വഹാബിയാണ് ആര്? അശറത്തുൽ മുബശ്ശിറിൽപ്പെട്ട സ്വഹാബിയാണ് അബൂ ഉബൈദത്തുൽ ജറാഹ്. അദ്ദേഹത്തെ നിങ്ങൾ ബൈഅത്ത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോഴേക്കും ഫഖാല ഉമർ, ഉമർ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, ബൽ, അതവിടെ ഇരിക്കട്ടെ, നുബായിഉക അൻത, താങ്കൾക്കാണ് ഞങ്ങൾ ബൈഅത്ത് ചെയ്യുക. ഫഅൻത സയ്യിദുനാ വഖൈറുനാ, ഞങ്ങളിൽ ഉത്തമനും ഞങ്ങളുടെ നേതാവും താങ്കളാണ്. വഅഹബ്ബുനാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം അങ്ങയാണ്. ഫഅഖദ ഉമർ ബിയദിഹി ഫബായഅഹു ബായഉൻ നാസ്, അങ്ങനെ ഉമർ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തു ആദ്യം. അല്ലാതെ അവിടെ പിന്നെ അൻസാറുകൾ തർക്കിക്കാൻ ഒറ്റ ഇതിനഭിപ്രായം ഹുബാബുൽ മുൻസിർ മാത്രമാണ് ഒരു അഭിപ്രായം പറഞ്ഞത്. അത് ഈ പരാമർശത്വം അത് അംഗീകരിക്കാൻ പ്രമാണത്തിന് എതിരാണ് ആ സംഗതി എന്ന് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞപ്പോൾ അവർ തർക്കം തീർന്നു. പിന്നെ ആരും വാദിക്കാനൊന്നും വന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കറിന്റെ കൈ പിടിച്ച് ആദ്യം ബൈഅത്ത് ചെയ്തു, പിന്നെ ബായഉൻ നാസ്, ജനങ്ങൾ മുഴുവൻ ബൈഅത്ത് ചെയ്തു. ഇതാണ് അവിടെ നടന്നത്. ഇതിന് എത്ര സമയം വേണം? ഇതിന് 3